ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇന്ത്യൻ മുസ്ലിമിൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങൾ എന്നതാണ് നമ്മുടെ തലവാചകം. ചർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട അതിഥികൾ നമ്മുടെ കൂടെയുണ്ട്. അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ ബ്രിട്ടീഷ് ഭരണത്തെ തുടർന്ന് ഇന്ത്യയിൽ നിന്ന് നാട് കടത്തപ്പെടുന്നൊരു സന്ദർഭമുണ്ട്. പലായനത്തിന് തയ്യാറാണ്. അദ്ദേഹം പോകുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ കൈവശം ഒരു ബാഗ് തൂക്കിപ്പിടിച്ച് അതിർത്തി കടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പരിശോധനയ്ക്ക് വിധേയനാകുന്നുണ്ട്. ബാഗിൽ എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ഒരു പിടി മണ്ണാണെന്നാണ് പറയുന്നത്. എന്തിനാണ് ഒരു പിടി മണ്ണ് ഇന്ത്യയിൽ നിന്ന് വാരി അതിർത്തി കടക്കുന്നത്? മരണാനന്തരം തനിക്ക് ചേർന്ന് കിടക്കാനുള്ളതാണ് എന്ന് ബഹദൂർ ഷാ സഫർ പറയുന്നുണ്ട്. മരണത്തിന് ശേഷം നാട് കടത്തപ്പെട്ട് എനിക്ക് ചേർന്ന് കിടക്കാനുള്ള മണ്ണാണ് എൻ്റെ ബാഗിൽ ഞാൻ സൂക്ഷിച്ചത് എന്നാണ് ബഹദൂർ ഷാ സഫർ പറയുന്നത്. ശരിക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ സ്വപ്നം എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ താല്പര്യമാണ് ബഹദൂർ ഷാ സഫറിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ വന്നതിന് ശേഷം മഹാദേവ ഗോവിന്ദ റാനഡെ അദ്ദേഹത്തിൻ്റെ ഒരു പരാമർശം നമുക്ക് വായിക്കാൻ പറ്റുന്നത്, ഇന്ത്യക്ക് രാഷ്ട്രീയമായ കരുത്തും ഭരണപരമായ ഒരു കെട്ടുറപ്പും സമ്മാനിച്ചത് മുസ്ലിങ്ങളാണ് എന്ന് MG റാനഡെ ഒരിക്കൽ പറയുന്നുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയമായ താല്പര്യവും സ്വപ്നങ്ങളും സംഭാവനകളൊക്കെ ചരിത്രത്തിലേറെ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. പുതിയൊരു കാലത്തേക്ക് വരുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അവരുടെ സ്വത്വം ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ എന്നത് നമ്മളറിയാതെ സംശയിച്ചു പോകണം. ഒടുവിൽ മംഗലാപുരത്തെ അഷ്റഫിൻ്റെ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ ആൾക്കൂട്ട ആക്രമണത്തിന് വിധേയപ്പെടുത്തി കൊല ചെയ്യപ്പെടുമ്പോഴും സ്വത്വം ഒരു പ്രശ്നമായി തന്നെ അവിടെ കിടക്കണം. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ജനാധിപത്യത്തിൻ്റെ വസന്തം എന്ന് പറയുന്നത് ശരിക്ക് ഈ വൈവിധ്യമാണല്ലോ, പലമയാണല്ലോ. ആ പലമയ്ക്ക് നേരെയുള്ള ആക്രമണങ്ങളായി മുസ്ലിം ന്യൂനപക്ഷ ജനവിഭാഗത്തിന് നേരെയുള്ള അപരവൽക്കരണമായി ഇപ്പോഴും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നത് നമുക്ക് ബോധ്യമാണ്. എപ്പോഴാണ് ഇതിന് ഒരു അറുതി ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു സ്വാഭാവികമായ ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. എപ്പോഴാണ് ഇത്തരം ആക്രമണങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാവുക? ആ ചോദ്യത്തിന് ഒബ്ജക്റ്റീവായിട്ടൊരു ഉത്തരം സാധ്യമല്ല. പകരം സാധ്യമാവുന്ന ഉത്തരം ഇന്ത്യ എന്നാണോ, ഇന്ത്യ എന്ന ആദർശം വീണ്ടെടുക്കുക അന്ന് എന്നായിരിക്കും. ഇന്ത്യ എന്നത് ഒരു ഭൂപടത്തിൻ്റെ പേരല്ല. ഇന്ത്യ സാധ്യമായത് കേവലം ഭൂപടം വരച്ചു വെച്ചിട്ടുമല്ല. ഇന്ത്യക്ക് ഒരാത്മാവുണ്ട്. ഏതൊരു മനുഷ്യൻ്റെയും ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ, എൻ്റെ ശരീരം, ഞാൻ മരിച്ചു പോയാലും എൻ്റെ റൂഹ് പോയാലും എൻ്റെ ബോഡി ഇവിടെ കാണും. വേണമെങ്കിൽ ഈ ബോഡിയെ ദീർഘകാലം പ്രൊട്ടക്റ്റ് ചെയ്യാം. അങ്ങനെ സംരക്ഷിക്കപ്പെട്ട ശവശരീരങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇന്ത്യ ഒരു ശവശരീരമായിക്കൊണ്ട് ദീർഘകാലം നിലനിൽക്കും, ഇന്ത്യ എന്ന ആശയമില്ലെങ്കിലും. ഇന്ത്യയുടെ ആത്മാവ് എന്നത് എന്താണ് എന്ന ചോദ്യത്തിന് ഏറ്റവും ലളിതമായ ഉത്തരം അത് നാനാത്വത്തിൽ ഏകത്വം അഥവാ ബഹുസ്വരത എന്ന് തന്നെയാണ്. ബഹുസ്വരമായ, വൈവിധ്യപൂർണമായ, അതാണ് നേരത്തെ ചോദിച്ചത്, ഈ വൈവിധ്യപൂർണമായ പലർമയുടെ ഒരു ഇന്ത്യയെ ഭയപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. അവരാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയിലെ സംഘപരിവാര ശക്തികൾ, RSS. ഇന്ത്യ എന്ന ആശയത്തിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് സുനിൽ കിൽനാനി എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉണ്ട്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുസ്തകം ഐഡിയ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന ആശയം എന്നാണ്. ഐഡിയ ഓഫ് ഇന്ത്യയിൽ സുനിൽ കിൽനാനി ടാഗോറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ടാഗോറിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കവിതയിലെ ഗീതാഞ്ജലിയിലെ വാക്കുകൾ നമ്മളെല്ലാവരും എപ്പോഴും ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ ആലോചിക്കാറുള്ളതാണ്. എവിടെ ശിരസുന്നതവും
എവിടെ ശിരസുന്നതവും മനസ്സ് നിർഭയവുമായിരിക്കുന്നുവോ അങ്ങനെ ഒരു നാളെയിലേക്ക് എൻ്റെ നാടിനെ സ്വതന്ത്രമാക്കിയാലും എൻ്റെ പിതാവേ എന്നതാണ് ടാഗോറിന്റെ പ്രാർത്ഥന. ഉന്നതമായ ശിരസ്, നിർഭയമായ മനസ്സ്, ഇത് സാധ്യമാകുന്ന ഒന്നിനെയാണ്, ഇത് സാധ്യമാകുന്ന ഇത്തരം ഒരു മനുഷ്യജീവിതം സാധ്യമാകുന്ന ഒരു ഇടത്തെയാണ് നമ്മൾ ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 1ാമത്തെ വകുപ്പ് വളരെ കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ഇന്ത്യ ഷാൾ ബി ഭാരത്, ദാറ്റ് ഈസ് ദ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന വാക്കാണ്. ഇന്ത്യ അഥവാ ഭാരതം അത് സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് എന്നാണ് പറഞ്ഞത്. സംസ്ഥാനങ്ങളുടെ കൂട്ടമാണ് എന്ന വാക്കിനെ പിന്നീട് അംബേദ്കർ വിശദീകരിച്ചുകൊണ്ട് ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യ ഫെഡറലായി എന്ന ചോദ്യത്തിന് നമ്മുടെ പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റുകൾ നൽകുന്ന 2 ഉത്തരങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമായി അഥവാ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അധികാരം പങ്കുവെക്കുന്ന, ഭരണഘടനാപരമായി അധികാരം പങ്കുവെക്കുന്ന ഒരു രാജ്യമായി നിൽക്കാൻ 2 കാരണങ്ങൾ. അതിൽ 1ാമത്തെ കാരണം ഇന്ത്യ അതിന്റെ വലുപ്പാണ്, ലാർജ് സൈസ് ഓഫ് ദി കൺട്രി എന്നുള്ളതാണ്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. 2ാമത്തെ കാരണം പക്ഷെ നമ്മൾ പലരും, ഭരണഘടന വായിക്കുന്നവരും അല്ലാത്തവരും, വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 1ാമത്തെ വകുപ്പ് രൂപപ്പെടാനുള്ള കാരണം സോഷ്യോ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓഫ് ദി നാഷൻ എന്നതാണ്. ഈ രാജ്യത്തിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളാണ്. സാമൂഹികവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് നിലനിൽക്കുന്നിടത്ത് മാത്രമേ ഇന്ത്യ സാധ്യമാവൂ. അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂപടം ഉണ്ടാവും. ഭൂമി ഉണ്ടായതുകൊണ്ട് മാത്രം ഇന്ത്യ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണം. ഇന്ത്യ എന്ന ആശയം നിലനിൽക്കുന്ന ഇടത്ത് നമ്മൾ ഇത്തരം ഭയങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയും. അവിടെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും ഇല്ലാത്തവനും ഇടമുണ്ട്. ഇന്ത്യയിൽ ഒരൊറ്റത്തരം മുസ്ലിം ഇല്ല, നിങ്ങൾ യോജിച്ചാലും ഇല്ലെങ്കിലും. ഇന്ത്യയിൽ ഒരൊറ്റത്തരം മുസ്ലിം ഇല്ല. മുസ്ലിങ്ങളിൽ തന്നെ പലതരം. ഇപ്പൊ നമ്മുടെ അവിടെ നബിദിന ഘോഷയാത്രകളുണ്ട്. നമ്മുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട്, കാസർഗോഡോ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ മുഹറം 10 നെഞ്ചത്തൊക്കെ അടിച്ച് അടിപൊളിയാണ് കാണാൻ. നല്ല ഖവാലിയൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന ആളുകളെ കാണാം. നമ്മളെവിടെ കാണില്ല. ഓരോ സ്ഥലത്തും വൈവിധ്യങ്ങളുണ്ട്. നമ്മൾ കേരളത്തിലെ നമ്മുടെ കൊടുങ്ങല്ലൂർ പള്ളിയുടെ മാതൃകയിൽ ഉത്തരേന്ത്യയിൽ ഒരൊറ്റ പള്ളിയും കാണിക്കാൻ പറ്റില്ല. നമ്മുടെ പഴയ പള്ളികളെ ഒക്കെ ഇടിച്ചു നിരത്തി. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ സംസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയും. എന്നിട്ട് നമ്മൾ വിദേശ ഫണ്ട് വരുന്നതിനനുസരിച്ചൊക്കെ പൊളിച്ച് ന്യൂജൻ പള്ളിയാക്കി മാറ്റും. അത് വേറെ വിഷയം, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ അതും കൂടി പറയണ്ട. മമ്പ്രം അല്ലെങ്കിൽ പള്ളി പൊളിച്ചു എന്നിട്ട് പുതിയതുണ്ടാക്കി. ഈ പൊളിക്കലുകളും പ്രശ്നമാണ്, വേറെ വിഷയം. ഞാൻ പറഞ്ഞത് ഇത്തരം ഒന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. വൈവിധ്യങ്ങളാണ്. ഒറ്റത്തരം ഹിന്ദുവിനെ ഇന്ത്യയിൽ എവിടെയും കാണാൻ കഴിയില്ല. ഹിന്ദുവിനുള്ളിൽ വൈവിധ്യങ്ങളുണ്ട്. ക്രിസ്ത്യാനി, സിഖ് മതസ്ഥർ, എല്ലാ മതത്തിനുള്ളിലും വൈവിധ്യങ്ങളുണ്ട്. എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും കൂടി ചേരുന്നതാണ് ഇന്ത്യ. ആ വൈവിധ്യങ്ങളെ അംഗീകരിക്കാനും സ്വീകരിക്കാനും വ്യത്യസ്തനായ, എന്നേക്കാൾ വ്യത്യസ്ത, എൻ്റെ ഭാഷയല്ലാത്ത, എൻ്റെ മതമല്ലാത്ത, എൻ്റേതല്ലാത്ത ഭക്ഷണ രീതി സ്വീകരിച്ച ഒരു മനുഷ്യനോട് സ്നേഹത്തോടും ആദരവോടും പെരുമാറാനും ആ മനുഷ്യന് കൂടി നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ സൃഷ്ടിക്കാൻ ഞാനും കൂടി പരിശ്രമിക്കുന്ന ഒരിടം, അത് സാധ്യമാക്കുന്നിടത്താണ് നമ്മൾ ഈ പറയുന്ന ബഹുസ്വരമായ ഇന്ത്യ സാധ്യമാവുക. അങ്ങനെ ഒന്ന് സാധ്യമായാൽ, ഞാൻ ഇത് പറയുന്നത് എന്നോട് ചോദിച്ച ഇത് ഇല്ലാതാവുന്നത് എപ്പോ എന്നാണ്. അങ്ങനെ ഒന്ന് സാധ്യമാവുന്നിടത്താണ് നമുക്ക് തീർച്ചയായും ഇത്തരം ഭീതിയെ, ഭയത്തിൽ നിന്നുള്ള മോചനം സാധ്യമാവേണ്ടതുണ്ട്. അവിടെയാണ് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നാഷൻ എന്നൊരു വാക്കുണ്ടല്ലോ. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ നിലനിൽക്കണമെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള വാക്കുണ്ട്, ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യന് അന്തസ്സോടെ, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയണം. എന്റെ പൗരത്വത്തിന്, എന്റെ ആത്മാഭിമാനത്തിന്, എന്റെ ജീവിതത്തിന് ഞാൻ കുടിച്ച ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ പേരിൽ എന്നെ തല്ലിക്കൊല്ലുന്നവരാണ് ഈ രാജ്യത്തുണ്ടാകുന്നതെങ്കിൽ, കഴിച്ച ഭക്ഷണത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന മനുഷ്യരാണ് ഇവിടെ ഉണ്ടാകുന്നതെങ്കിൽ പ്രശ്നമാണ്. അതിനെ മറികടക്കാനുള്ള ഒരേ ഒരു വഴി ബഹുസ്വരതയെ വീണ്ടെടുക്കുക എന്നാണ്. ഒന്നിലേക്ക് ചുരുങ്ങാതിരിക്കുക എന്നതാണ്.
ഒരു മതത്തിലേക്ക് ചുരുങ്ങുന്നിടത്ത്, ഒരു ഭാഷയിലേക്ക് ചുരുങ്ങുന്നിടത്ത്, ഏതെങ്കിലും ഒന്നിന്റെ സങ്കുചിതത്വത്തിലേക്ക് ചുരുങ്ങുന്നിടത്ത് നമ്മൾ ഭയത്തിൽ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഭയരഹിതമായ സാമൂഹ്യ ജീവിതം സാധ്യമാവാൻ ഒരേ ഒരു വഴി വൈവിധ്യങ്ങളെ വീണ്ടെടുക്കുക എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ചർച്ച ആരംഭിച്ചത് ബഹദൂർ ഷാ സഫറിൽ നിന്നാണ്. അവിടെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ തൊട്ട അയൽപക്കത്ത് നമ്മുടെ സഹപ്രവർത്തകനെ തല്ലിക്കൊന്നിടത്താണ്. ഇതിനിടയിൽ ഇനി എവിടെയാണ് രക്ഷ എന്നതാണ് നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു ചോദ്യം. എൻ്റെ അഭിപ്രായം, രക്ഷ തേടി ഇനി പോകാൻ എവിടെയില്ല. ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അന്തസ്സോടുകൂടിയുള്ള ജീവിതത്തിനുള്ള രക്ഷ 1950 ജനുവരി 26 സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അന്വേഷിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ആ 1950 ജനുവരി 26 പിറന്ന ഭരണഘടന, ആ ഭരണഘടന തന്നെയാണ് നമ്മളെ മുന്നോട്ട് നടക്കാൻ പ്രചോദിതമാക്കുന്നതും അതിനുവേണ്ടി താല്പര്യപ്പെടുന്നതും. ഈ രാജ്യത്തെ വിശ്വാസി എന്നല്ല, രാജ്യത്തെ ഏതൊരു പൗരനെ സംബന്ധിച്ചും ആ ഭരണഘടന ഇനഫാണ്. പ്രത്യേകിച്ചൊരു മുസ്ലിം വിശ്വാസി എന്ന രീതിയിൽ നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മുസ്ലിം സമുദായ അംഗങ്ങളുടെ നിലവിലെ ഇന്ത്യയിലെ രൂപപ്പെട്ടു വന്നുള്ള സാഹചര്യത്തിൽ അവൻ്റെ പ്രതീക്ഷകളോ അവൻ്റെ നിരാശകളോ അവൻ്റെ ഏതെങ്കിലും ആവലാതികളോ ആണെങ്കിൽ അതിനി മറ്റൊരു ചരിത്രത്തിൻ്റെ ദശാസന്ധിയെ കാത്തിരിക്കേണ്ടതില്ല. അത് 1950 ജനുവരി 26 രൂപീകൃതമായ ഭരണഘടനക്കകത്തുണ്ട്. അതിന് ക്രിസ്റ്റൽ ക്ലിയറായി ഈ ഭൂമിയിൽ, ഈ ഇന്ത്യക്കകത്ത് ഉയർത്തി കാണിക്കാനും അതുമായി ബന്ധപ്പെട്ട അതിൽ പറയുന്ന ഒരു ഇന്ത്യയായി നമ്മുടെ ഇന്ത്യ രൂപപ്പെടാനും വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ അതിനെ അങ്ങനെ കൊണ്ടുവരിക എന്നത് മാത്രമാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ സംഭവ വികാസങ്ങൾ അതെല്ലാ കാലത്തും ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ബഹദൂർ ഷാ സഫറിന്റെ അനുഭവങ്ങൾ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടി തന്നെ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു ശൂന്യതയുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തെ സുൽത്താനിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന ഉത്തരേന്ത്യൻ തെരുവുകളിലുണ്ടായ ഒരു മുസ്ലിം ശൂന്യതയുണ്ട്. ആ ശൂന്യതയിൽ തന്നെ നമ്മൾ അനുഭവിച്ചു തുടങ്ങിയതാണ്. അവിടെ നിങ്ങോട്ട് ഓരോ ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് വിഭജനത്തിന്റെ വേദനകൾ പേറേണ്ടി വന്ന ഒരു ജനത, അവിടുന്ന് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത മഹാത്മാവിന്റെ മരണത്തിൽ അതിന്റെ പേരിൽ തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ജനത, അവിടുന്ന് ഇങ്ങോട്ട് ബാബരിൽ എത്തി നിൽക്കുമ്പോൾ, അവിടുന്ന് NRC എത്തി നിൽക്കുമ്പോൾ, എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ഒരൊറ്റ പ്രതിവിധിയാണ്. ഇനി എന്ത് പ്രതിവിധി എന്നൊരു ചോദ്യമില്ല. നമുക്ക് ലഭിച്ചൊരു പ്രതിവിധി ഉണ്ട്. അത് 10-75 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിലുണ്ട്. അത് ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് ഒരു വിശ്വാസിയുടെ വിശ്വാസിക്ക് എത്രത്തോളം സുരക്ഷിതമായി നിൽക്കാം എന്നതിന് ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമായി ഇന്ത്യ രാജ്യം നൽകുന്ന ഒരു സവിശേഷതയുണ്ട്. അത് ലോകത്ത് എവിടെയില്ല. മറ്റൊരു രാജ്യത്തും ഇന്ത്യയേക്കാൾ മുൻപേ ജനാധിപത്യം പുൽകിയ രാജ്യങ്ങളായാലും ശരി, ഇന്ത്യക്ക് ശേഷം ജനാധിപത്യം പ്രഖ്യാപിക്കപ്പെട്ട രാജ്യങ്ങളാണെങ്കിലും ശരി, ഒരു വിശ്വാസി എന്ന രീതിയിൽ ദൈനംദിന ജീവിതത്തിനകത്ത് എന്റെയും നിങ്ങളുടെയും കർമ്മങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ശൈലികളും ഒരു വിശ്വാസപരമായി രൂപപ്പെടുത്തി കൊണ്ടുപോകാൻ ഇന്ത്യയോളം അത്തരത്തിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള ഭരണഘടനാപരമായി നമുക്കതിന് അധികാരം നൽകുന്ന ഒരു രാഷ്ട്രം ലോകത്തെവിടെയുമില്ല. പക്ഷേ ആ ഭരണഘടന ഉണ്ടാക്കിയ ഡോക്ടർ അംബേദ്കർ തന്നെ ഒരു വാചകമുണ്ട്, ഇത് മികച്ചതാണ്, ഇത് വളരെ ഭംഗിയുള്ളതാണ്, എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ്, പക്ഷെ ഇത് ഉപയോഗിക്കുന്നവർ ആരായിരിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് ബോധ്യം ഉണ്ടാകണം. അത് മോശപ്പെട്ട ഒരാളുടെ കയ്യിൽ മികച്ച ഈ ഭരണഘടന ലഭിച്ചാൽ അത് ഏറ്റവും മോശപ്പെട്ട ആയുധമായി മാറും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് അംബേദ്കർ പറഞ്ഞു വെച്ചതാണ്. അപ്പൊ ആ സാഹചര്യത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് പറയുന്ന ഒരുമിച്ചുള്ള ഒരു ചർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരമായി രൂപപ്പെട്ട് വരേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജ്യത്തിന്റെ ഭരണഘടന ഉപയോഗിക്കുന്ന വ്യക്തികൾ അത് രാജ്യത്തിന്റെ ഭരിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ്. അപ്പൊ ആ ഭരിക്കാൻ വിധിക്കപ്പെടുന്ന ആളുകൾ ആ ഭരണഘടന ഉപയോഗിക്കാൻ അർഹതല്ലാത്തവരായി മാറുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവരിൽ മാത്രം തുടങ്ങുകയും അവരിൽ മാത്രം അവസാനിക്കുകയും ചെയ്യുന്ന ഒന്നല്ല, അവരിൽ കൂടി ഉൾപ്പെടുന്ന ഒന്നാണ്. അതിന്റെ തിക്താനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചു പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി ഉത്തരം തേടുകയല്ല, ഉത്തരം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഉത്തരത്തെ ഒന്നുകൂടി ക്രിസ്റ്റൽ ക്ലിയറായി നമ്മൾ അതിനെക്കുറിച്ച് സംവദിക്കുകയും അതിനെ ഉയർത്തി കാണിക്കുകയും ആ ഉത്തരത്തെ വളരെ മനോഹരമായി നമ്മുടെ ആളുകളിലേക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുകയും അതിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുകയും ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം കൂട്ടിച്ചേർക്കുന്നത്. ഇല്ലേ, ഭരണഘടനയാണ് നമ്മുടെ സുരക്ഷിതത്വം. ഭരണഘടന നൽകുന്ന ഉറപ്പ്, അതിൻ്റെ വിശ്വാസ്യതയാണ് നമ്മുടെ നിലനിൽപ്പ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്ത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടന നൽകുന്ന ഒരു തണലുണ്ട്. പക്ഷെ മുസ്ലിം സ്വത്വം പ്രദർശിപ്പിക്കുന്നിടത്താണല്ലോ
ഇപ്പോഴും നമ്മൾ അഖ്ലാഖിനെ, ഹാഫിള് ജുനൈദിനെ, ഇന്ന് അവസാനം മംഗലാപുരത്തെ അഷ്റഫിനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വത്വം എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിൽ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നത്, ശരിക്കും ഇവിടെ ഈ ആൾക്കൂട്ട ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, യുപിയിലും ഡൽഹിയിലൊക്കെ ബുൾഡോസറുകൾ ഇരച്ചു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മുസ്ലിം എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അപരവൽക്കരിക്കാനുള്ള ഗൗരവത്തിലുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിലെ ഉയർന്ന ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ മുസ്ലിം ജനസമൂഹത്തെ ചേർത്ത് നിർത്തുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യേണ്ട ഒരു രാഷ്ട്രീയമായ ഉത്തരവാദിത്വം അവർ തീർച്ചയായും പ്രദർശിപ്പിക്കേണ്ടതായിരിക്കുമല്ലോ. ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഇതൊക്കെ ഒരു രാഷ്ട്രീയ അധികാരങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തെ കലുഷിതമാക്കുന്ന ചില അജണ്ടകളാണ് ഈ വർഗീയത എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഒരു ഉപോൽപ്പന്നങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതിൻ്റെ ഈ വർഗീയത വരുന്നതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളൊന്ന് ആലോചിച്ചാലോ, ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഈ രാജ്യം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഈ രാജ്യത്ത് ഒരു 11-ാം നൂറ്റാണ്ട് തൊട്ട് 18-ാം നൂറ്റാണ്ട് വരെ ഡൽഹി സുൽത്താനേറ്റും മുഗളന്മാരും, വേണമെങ്കിൽ മുസ്ലിം ഭരണം എന്ന് പറയാം, അവർക്കൊന്നും അങ്ങനെ ഒരു ഇസ്ലാം വളർത്തുക, ഇസ്ലാമിനോടൊരു പ്രതിപത്തി, അത് നമ്മുടെ ഭരണം, ഇത് അവരുടെ ഭരണം, ഇങ്ങനെയൊന്നും ഇല്ല. അവർക്കൊക്കെ അവരുടെ രാജ്യം നിലനിർത്തുക എന്നുള്ളത് മാത്രം, അവരുടെ അധികാരം ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ മുസ്ലിങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സംസ്കാരത്തോടൊക്കെ അവർ ചേർന്ന് പോയിട്ടുണ്ടാകാം. ഞാൻ ഡൽഹി സുൽത്താന്മാരെയും മുഗളന്മാരെയും കഥയെ പറയണത്. സ്വാഭാവികമായിട്ട് ഹിന്ദു രാജാക്കന്മാർ എന്ന് പറയുന്ന മറാഠ, രജപുത്ര എന്നൊക്കെ പറഞ്ഞിട്ട് BJP-ക്കാരിങ്ങനെ കൊമ്പ് കുലുക്കുന്ന ആളുകളൊക്കെ ഇവർ പറയുന്ന ഹിന്ദുത്വമായിട്ടോ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസമായിട്ടോ ഒക്കെ അവർക്ക് അതൊക്കെ ഒരു നോർമൽ ബന്ധം എന്നതിൻ്റെ അപ്പുറത്ത് ഇവരിന്ന് വിശേഷിപ്പിക്കുന്ന ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്തരം ഒരു കാലഘട്ടം ആയിരുന്നു ബ്രിട്ടീഷുകാർ വരുന്നവരെ ഉണ്ടായത്. ഇപ്പൊ ബ്രിട്ടീഷുകാർക്കാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്, ഇതിങ്ങനെ പോയാൽ തങ്ങൾക്ക് ഇവിടെ കാലുറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് വർഗീയമാക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഞാനൊരു ചെറിയ സംഭവം പറയണം. 1842 എഡ്വേർഡ് ലാ എലൻബർഗ് എന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഇന്ത്യയുടെ അതിനു മുമ്പുള്ള ഒരു 7-8 നൂറ്റാണ്ടത്തെ ചരിത്രത്തെ മുസ്ലിങ്ങൾ കയ്യേറി അധിനിവേശം നടത്തി ഹിന്ദുക്കളിൽ നിന്ന് പിടിച്ചു പറിച്ചു എന്ന മട്ടിലൊരു ചരിത്രം ഇവിടെ നിർമ്മിച്ചു. അതിനുവേണ്ടി ഏലിയട്ട്, സ്മിത്ത്, എൽഫിൻസ്റ്റൺ ഇങ്ങനെ 3 ചരിത്രകാരന്മാരെ ഇംഗ്ലണ്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അവർ മുഴുവൻ ഈ ചരിത്രം ഹിന്ദു മുസ്ലിം കണക്ക് തീർക്കലിന്റെ ഭാഗമാക്കി വലിയ വർണ്ണപ്പകിട്ടാർന്ന ലുട്ടാപ്പി കഥകളൊക്കെ എഴുതി ചേർത്തിട്ട് അവർ ഈ ചരിത്രം ഉണ്ടാക്കി. അത് മുഴുവൻ പുസ്തകങ്ങൾ അന്നത്തെ അധ്യയന മാധ്യമങ്ങളിലൂടെയൊക്കെ പഠിപ്പിച്ച് ജനങ്ങളെ ആവർത്തിച്ച് ചൊല്ലി പഠിപ്പിച്ചപ്പോ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട് 1860-65 ആയപ്പോ വർഗീയ കലാപം തുടങ്ങി. ഇന്ത്യയുടെ AD 1-ാം വർഷം തൊട്ട് 1860 വരെ ഹിന്ദു മുസ്ലിമും ഇവിടെ കലാപം നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ പ്രവാചകന്റെ കാലത്തിന് ശേഷം 7-ാം നൂറ്റാണ്ടിന് ശേഷം ഈ 19-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യ രാജ്യത്ത് ഹിന്ദു മുസ്ലിമും കലാപം നടത്തിയിട്ടില്ല. ഈ പറഞ്ഞ ബ്രിട്ടീഷുകാര് നമ്മളെയൊക്കെ മനസ്സിനെ മാറ്റും വിധം ചരിത്രം സൃഷ്ടിച്ചപ്പോഴാണ് ആദ്യമായിട്ട് കലാപം വന്നത്. പിന്നെ മതത്തിന്റെ പേരിൽ ഈ രാജ്യം 2ആയിട്ട് വിഭജിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധത്തിൽ 2 രാജ്യമായി മാറി പിൽക്കാലത്ത്. അപ്പൊ അത്രത്തോളം വർഗീയത പേര് പിടിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാരിത് ഇട്ടെറിഞ്ഞു പോയി. അപ്പൊ അവര് ക്ലിക്കായ വിജയിച്ച ഒരു വജ്രായുധമാണ് ഈ വർഗീയത. അത് നേരെ ഈ പറഞ്ഞ സംഘപരിവാറുകാർ ഏറ്റെടുത്ത് അവരൊരു 10-70-75 കൊല്ലം കയ്യിലൂത്തിയിട്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് അവർക്ക് മുന്നേറ്റമുണ്ടായി. അവർ ഈ വർഗീയത തുടർന്നും അവരുടെ രാഷ്ട്രീയാധികാരം നിലനിർത്താൻ പ്രയോഗിക്കുന്നു. അതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഒരാളുകളെ കൊല്ലണം, തല്ലിക്കൊല്ലണം, പിന്നെ വെട്ടിക്കൊല്ലണം, ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ കൊല്ലണം. ഇതൊക്കെ രാഷ്ട്രീയമായ ആധിപത്യം നിലനിർത്താനുള്ള ഇവരുടെയൊക്കെ ഓരോ വളഞ്ഞ വഴികളാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഈ രാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും മനസ്സിലാക്കുമ്പോൾ ഇത് നിരർത്ഥകമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിരർത്ഥകമാണ് തിരിച്ചറിയുന്ന ആളുകൾക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ കുറഞ്ഞു വരും. അതാണ് ഇതിനു വേണ്ടി നമ്മൾ ഇപ്പൊ ഇത്തരം വേദികൾ നമ്മൾ പ്രയോജനപ്പെടുത്തുക, ഈ ആശയങ്ങൾ നമ്മൾ പറയുക, മനസ്സിലാക്കുക, വിനിമയം ചെയ്യുക. അങ്ങനെ അതൊരു തുടർ പ്രവർത്തികളാവുമ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഒരു പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും. പിന്നെ രണ്ടാമതൊരു കാര്യം, ഇപ്പൊ നമ്മളിപ്പോ ഇതൊന്ന് ഏകപക്ഷീയമായിട്ട് നമ്മൾ പറയരുത്. ഇപ്പോ
പിന്നെ അവിടെ ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നു മംഗലാപുരത്ത്. ഇപ്പൊ അതിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ വേറൊരു കൊലപാതകവും നടന്നു. ഒരു ഹിന്ദുത്വ നേതാവിനെ വെട്ടിക്കൊന്നു, പരസ്യമായിട്ട് വെട്ടിക്കൊല്ലുന്ന CCTV ദൃശ്യങ്ങളൊക്കെ വന്നു. നമ്മൾ അതിനെ എതിർക്കണം. ഇത് നമ്മൾ പിന്നെ ഏകപക്ഷീയമായിട്ട് ഒന്നിനെയും വിലയിരുത്തരുത്. മുസ്ലിമിന്റെ പേരിൽ നടത്തുന്ന കൊലപാതകത്തെയും എതിർക്കണം, മുസ്ലിമിന് നേരെ നടത്തുന്ന കൊലപാതകത്തെയും നമ്മൾ എതിർക്കണം. എല്ലാത്തിനെയും എതിർത്തിട്ട് ഈ നിരർത്ഥകതയെ നമ്മൾ ഉയർത്തിക്കാട്ടണം. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു 100 അതിക്രമങ്ങൾ മുസ്ലിമിന് നേരെ ഉണ്ടാകുമ്പോൾ 1/2 അതിക്രമം മാത്രമേ പിന്നെ തിരിച്ചുണ്ടാവുന്നുള്ളൂ എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ പോലും എല്ലാ അതിക്രമങ്ങളെയും നമ്മൾ തള്ളിപ്പറഞ്ഞ് ഇത് നിരർത്ഥകമാണ്, ഇത് രാഷ്ട്രീയ അധികാരം നിലനിർത്താനുള്ള പാഴ്വേലകളാണ്, ഇത് ചില ആളുകളുടെ രാഷ്ട്രീയമാണ് എന്ന് എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാർ ആളുകൾ വെറുക്കാൻ തുടങ്ങും. അങ്ങനെ വെറുത്തു വരുമ്പോൾ അവരുടെ ഇതര വിഭാഗങ്ങൾക്ക് ഭരണതലത്തിൽ മുന്നോക്കവും മേധാവിത്വവും ഒക്കെ കിട്ടി ആ ആശയത്തിന് കൂടുതൽ പ്രചാരമൊക്കെ വരുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ അവസാനിക്കും എന്നുള്ളതാണ്. ഈ മുസ്ലിം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അപരവൽക്കരണം തന്നെയാണ് ഈ ഹിന്ദുത്വ ഫാസിസവും സംഘപരിവാറും ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പാഠപുസ്തകങ്ങളിലാണെങ്കിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. ഇങ്ങനെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഇങ്ങനെ വേരോടെ പിഴുതെറിയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് കേരളത്തിലെ മുസ്ലിം ജീവിത സാഹചര്യങ്ങൾ സുരക്ഷിതമാണ്, സംശയങ്ങളൊന്നുമില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ കേരളത്തിന് പുറത്തുള്ള ചില സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വിദ്യാഭ്യാസപരമായി പിറകിൽ നിൽക്കുന്നു, തൊഴിലില്ലായ്മയിൽ അവിടെ നമ്മൾ മുന്നിൽ നിൽക്കുന്നു, അതുപോലെ പട്ടിണി അവിടെ ആവർത്തി സംഭവിക്കുന്നു. ഇങ്ങനെ ജീവിതം ദുസ്സഹമാകുന്ന രീതിയാണ് ശരിക്കും പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഈ ഫാസിസത്തോടുള്ള ഒരു പോരാട്ടത്തിൽ, സംഘപരിവാറിനോടുള്ള ഒരു പോരാട്ടത്തിൽ, വിശേഷം ന്യൂനപക്ഷങ്ങൾ എങ്ങനെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം നടന്ന കാലത്ത് ഏറ്റവും സർഗാത്മകമായൊരു പോരാട്ടം എന്ന് പറയുന്നത് അത്തരം ന്യൂനപക്ഷ ജനവിഭാഗത്തിന് നമ്മൾ കൈകൊടുക്കുകയും അവരുടെ അഭ്യുന്നതിക്ക് വേണ്ടി ആത്മാർത്ഥമായി മനഃപൂർവ്വമുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. അത്തരം ഒരു ശ്രമം ശരിക്കും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നുണ്ടോ? എൻ്റെ ഒരു അഭിപ്രായം, ഈ മുസ്ലിം ന്യൂനപക്ഷത്തെ സംഘപരിവാർ വേട്ടയാടുന്നു എന്ന് പറയുന്നിടത്തൊരു എൻ്റെ ഒരു വിയോജിപ്പുണ്ട്. ഇപ്പം മുസ്ലിങ്ങളിലെ സമ്പന്ന സമൂഹമുണ്ട്. ഞാൻ അടുത്തിടെ നമ്മൾ കേട്ടൊരു വാർത്തയുണ്ട്, കേരളത്തിലെ തന്നെ മുസ്ലിം സമുദായത്തിനകത്തുള്ള ഒരു വലിയ കച്ചവടക്കാരൻ, അയാൾക്ക് എല്ലാ സൗകര്യവും ഗുജറാത്തിലെ ഗ്രാമത്തിൽ കിട്ടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു. അപ്പോൾ നേരത്തെ നൗഷാദ് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തോടുള്ള വെറുപ്പല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, അതിന് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഭാഗത്തെ വേട്ടയാടപ്പെടൽ കിട്ടും. അതൊക്കെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങളാണ്. ഇനി ഇന്ത്യയിൽ മണിപ്പൂരിലേക്ക് ചെല്ലുമ്പോൾ മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല ന്യൂനപക്ഷ സമുദായങ്ങൾ മൊത്തം അതെ. ഇപ്പൊ മണിപ്പൂരിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളല്ല, മറ്റൊരു വിഭാഗമാണ് വേട്ടയാടപ്പെടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഈ ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ ഭരണപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ സമൂഹത്തിന് മുമ്പിൽ കാണിക്കാൻ ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നതാണ്. എന്നാൽ നമ്മുടെ സമുദായത്തിൽ തന്നെ അവർക്ക് പ്രിയപ്പെട്ടവരുണ്ട് എന്നതും നമ്മൾ വർത്തമാന കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊരു പ്രതിവിധി എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ ചോദിച്ചു നമ്മൾ കൈകോർത്ത് നിന്ന് ഇതിനെ പ്രതിവിധി ചെയ്തുകൂടെ എന്നാണ്. അത് നേരത്തെ പറഞ്ഞ ഉത്തരം വളരെ കൃത്യമാണ്. ബ്രിട്ടീഷുകാരന്റെ കാലത്ത് ഈ വർഗീയതയെ ആയുധമാക്കാൻ ഭരണം നിലനിർത്താനായിരുന്നു അവർക്ക്. ഇന്ന് ഇന്ത്യയുടെ ഭരണകൂടത്തിനെയും താല്പര്യം ഇത് ഭരണം നിലനിർത്താൻ വേണ്ടി ഇത് വിഭിന്നമായി നിൽക്കണമെന്നതാണ്. ഇതിവർ യഥാർത്ഥത്തിൽ നമ്മൾ ഈ മറ്റു സമുദായങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെ സമുദായങ്ങൾക്ക് അകത്ത് പോലും ഭിന്നത ഉണ്ടാക്കുമെന്ന് സൂക്ഷ്മമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയും നേരത്തെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് അതിൽ പരാമർശിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ പേരെടുക്കുമ്പോൾ ഇന്ത്യയിലെ ഈ മതവിഭാഗത്തിനകത്തുള്ളവരെ തന്നെ വ്യത്യസ്ത വഖഫ് ബോർഡുകളാക്കി എങ്ങനെ തമ്മിലടിപ്പിക്കാമെന്നതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് അപ്പുറത്തുള്ളത് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായം 925 മുതൽ ഈ രാജ്യത്തൊരു പ്രൊപ്പഗണ്ടയുണ്ട്, ഒരു ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടി ഒരു മിഷനറി കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട്. അത് രാജ്യത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. 925 മുതൽ അത് കൃത്യമായി നടക്കുന്നു, വർഷങ്ങളോളമായി നടക്കുന്നു. എന്നാൽ ഇപ്പുറത്ത് ജനാധിപത്യ സംരക്ഷണത്തിന്റെ ഒരു മിഷനറി വർക്ക് ചെയ്യുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ത്യയെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇന്ത്യയുടെ വിഭവ സമാഹരണത്തിന്റെയും അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കെങ്കിൽ പോലും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക മിഷനറി അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ അന്നും നടത്തിയിട്ടില്ല. ഇവിടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് വേണ്ടി 925-26 കാലഘട്ടം മുതൽ അത് കൃത്യമായ അജണ്ടകൾ നടക്കുന്നു. അതൊരു തുടർച്ചയായി വരുന്നു. അത് 10, 20, 30, 40, 50, 60, 70, 80, 90 വർഷങ്ങൾ കടന്നു പോകുന്നു. പക്ഷേ നമ്മൾ ആ അജണ്ടയെ തിരിച്ചറിഞ്ഞ് ജനാധിപത്യ ചേരിയിൽ ഒരു പുതിയ
പിന്നെ കൂട്ടായ്മ രൂപീകരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നിയത് അവരതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോഴാണ് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പോ അതിന്റെ രൂപം നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മുന്നണി അതിന്റെ ഭാഗമായി വരുന്നു. ഇവർ ഒരു പൊതു ശത്രുവാണ്, പൊതു ശല്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതിനുവേണ്ടിയുള്ള കൈകോർക്കലുകൾ നമുക്കിടയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ചോദ്യകർത്താവിന്റെ ചോദ്യത്തിലേക്ക് ഒരു ഉത്തരവുമായി വരുമ്പോൾ കേവലം ന്യൂനപക്ഷങ്ങളുടെ കൈകോർക്കൽ മാത്രമല്ല, ഇന്ത്യൻ മതേതര വിശ്വാസികൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കൈകോർത്താൽ മാത്രമാണ് ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുക. ഒരു പക്ഷേ ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ കൈകോർത്താൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത്, ഇല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ മാത്രം ഒരു പ്രശ്നമല്ല ഇത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരത്തിനകത്ത് നിന്നുകൊണ്ട് ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുക എന്നതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ള ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ള ഈ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശാല തലത്തിലേക്ക് ഒരു കൈകോർത്തൽ ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന ഭരണകൂടത്തിനെതിരെ, ഈ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള ഒരു മൂവ്മെന്റിനെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഈ ജനാധിപത്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴും ജനാധിപത്യത്തിനകത്തൊരു ഭൂരിപക്ഷാധിപത്യത്തിന്റെ കൈകടത്തലുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അതെല്ലായിടത്തും ഉള്ളതാണ്. ജനാധിപത്യത്തിന് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമുക്കറിയാം, ഇപ്പൊ റൂസോ ജനാധിപത്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹമാണല്ലോ ഇപ്പൊ നമ്മൾ ജനാധിപത്യത്തിന്റെ പിതാവ് എന്നൊക്കെ വിളിക്കപ്പെടുന്നത്. അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ജനാധിപത്യം സമ്പൂർണ്ണമായി വിജയകരമായ ഒരു ഭരണപ്രക്രിയ അല്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, മനുഷ്യന് മാത്രം വസിക്കുന്ന ഒരിടത്ത് ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, പ്രവാചകന്മാർ ഭരിക്കുന്ന കാലത്ത്, പ്രവാചകന്മാർ നമ്മളെ അർത്ഥത്തിലല്ല, മനുഷ്യനപ്പുറത്തേക്ക് ആളുകൾ ഭരിക്കുന്ന കാലത്താണ് ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സങ്കല്പമുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിനകത്തൊരു ഭൂരിപക്ഷാധിപത്യത്തിന്റെ സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ഇന്ന് രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കുമ്പോഴും സംഘപരിവാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭൂരിപക്ഷാധിപത്യത്തിന്റെ അവസരത്തെ തകർത്തു കളയാൻ ഏതു കൈകളാണോ കോർത്തു പിടിക്കേണ്ടത് ആ കൈകൾ പൂർണ്ണാർത്ഥത്തിൽ കോർത്തു പിടിക്കപ്പെടണം എന്നതാണ് അതിന് പരിഹാരമുള്ളത്. അത് പൂർണ്ണാർത്ഥത്തിൽ കോർത്തു പിടിക്കുന്നുണ്ടോ, അത് ആത്മാർത്ഥമായി കോർത്തു പിടിക്കുന്നുണ്ടോ, അത് ലക്ഷ്യത്തിലേക്കുള്ള നടത്തത്തിലെ കോർത്തു പിടിക്കലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരം കൊണ്ടുള്ള കോർത്തു പിടിക്കലാണോ, താൽക്കാലികമായി ഞങ്ങളുടെ ലാഭത്തിന് വേണ്ടിയുള്ള കോർത്തു പിടിക്കലാണോ, ഇതൊക്കെ ഡിബേറ്റ്ഫുൾ ആണ്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ കൈകോർത്ത് പിടിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിനകത്തൊരു ഭൂരിപക്ഷാധിപത്യം ഉണ്ടാവാതിരിക്കാൻ, ആ ഭൂരിപക്ഷാധിപത്യം തകർക്കാൻ കഴിയുന്ന എല്ലാവരുടെയും കൈകൾ ഒരുമിച്ച് ചേർത്ത് പിടിച്ചാൽ മാത്രമാണ് ഇതിന് പൂർണ്ണ പരിഹാരം ഉണ്ടാവുക എന്നാണ് എൻ്റെ പക്ഷം. ഞാൻ ഒരു ചെറിയ ഒരു ഉദാഹരണം, ഒന്ന് രണ്ട് ഉദാഹരണം വളരെ പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിപ്പോൾ നമ്മളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്, നമ്മളൊക്കെ എന്താണ് വഴി എന്നൊക്കെയുള്ള മട്ടിൽ വലിയ ആകുലതയിലാണ് നമ്മൾ അങ്ങനെ ഒരു ആകുലപ്പെടേണ്ട ഒരു സമുദായമല്ല മുസ്ലിങ്ങൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഒരുപാട് പൂർവിക ചരിത്രമുണ്ട്, അതിൽ നിന്നൊക്കെ നമുക്ക് അനുഭവ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഒന്നാമത് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു 8-ാം നൂറ്റാണ്ട് തൊട്ടൊരു 13-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു 5 നൂറ്റാണ്ട് കാലം ലോകത്ത് ഇസ്ലാമിൻ്റെ ഒരു സുവർണകാലമായിരുന്നു. അന്ന് യൂറോപ്പ് അന്ധകാരത്തിലായിരുന്നു. ആ സുവർണകാലത്ത് പിന്നെ ലോകത്തിലെ മതം, സംസ്കാരം, ശാസ്ത്രം, വൈജ്ഞാനിക, അക്കാദമിക, സാഹിത്യ രംഗങ്ങളൊക്കെ നയിച്ചത് ഇസ്ലാമായിരുന്നു. ആ കാലത്ത് ഇസ്ലാമിൻ്റെ തലസ്ഥാനം ബാഗ്ദാദായിരുന്നു. ബാഗ്ദാദ് ഹൗസ് ഓഫ് വിസ്ഡം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്, ബുദ്ധി അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമെന്ന്. ആ ഹൗസ് ഓഫ് വിസ്ഡം 1258 ഹുലഗു ഖാൻ എന്ന് പറഞ്ഞൊരു മംഗോളിയൻ അക്രമി വന്ന് ആഴ്ചകളോളം നീണ്ടുനിന്ന അക്രമം നടത്തി സമ്പൂർണ്ണമായിട്ടങ്ങ് നശിപ്പിച്ചു. ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ചുട്ടുകരിച്ചു. അവസാനത്തെ മനുഷ്യനെയും അവിടെ വെട്ടിക്കൊന്നു. അവിടെ അന്ന് ടൈഗ്രീസ് എന്ന് പറഞ്ഞ നദി ഒഴുകിയത് ഈ പറഞ്ഞ മനുഷ്യന്മാരുടെ രക്തവും ഈ പുസ്തകങ്ങളിലെ പിന്നെ മഷി പൊട്ടിയൊലിച്ച കരിയും കലർന്ന പിന്നെ നിറത്തിൽ ആഴ്ചകളോളം ഒഴുകി എന്ന് പറയണം. അതുപോലെ ഒരു തകർച്ച ഇസ്ലാമിനുണ്ടായപ്പോൾ അന്ന് സുന്നി, ഷിയ, സെയ്ദി, ഇസ്മായിലി ഈ 4 വിഭാഗങ്ങളായിരുന്നു അന്ന് ഇസ്ലാമിനുണ്ടായിരുന്നത്. അവർ ഒത്തുചേർന്ന് കൊയ്റോ ആസ്ഥാനമാക്കിയിട്ട് എത്രയും പെട്ടെന്ന് 6 മാസത്തിനുള്ളിൽ ഖിലാഫത്ത് പുനഃസ്ഥാപിച്ചു. അതുപോലെ ഇവിടെ ബഹാദൂർ ഷാ സഫറിന്റെ കഥയൊക്കെ പറഞ്ഞല്ലോ, ഈ 1857 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മുസ്ലിങ്ങൾക്കെതിരെ അതിരൂക്ഷമായ പീഡനങ്ങളാണ് ബ്രിട്ടൻ അഴിച്ചുവിട്ടത്. സകല മുസ്ലിങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മദ്രസകൾ പൂട്ടുക, പള്ളികൾ ചുട്ടുകരിക്കുക. ന്യൂഡൽഹി എന്ന ആധുനിക നഗരം പണിയാൻ വേണ്ടി ആയിരക്കണക്കിന് പള്ളികളും നൃത്തശാലകളും ബാറും ബേക്കറിയും റിക്രിയേഷൻ ക്ലബ്ബും ഒക്കെ ആക്കി ബ്രിട്ടീഷുകാർ മാറ്റി.
അതുപോലെ തന്നെ മുഴുവൻ മുസ്ലിങ്ങളെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, വിദ്യാലയങ്ങളിൽ നിന്ന് പ്രവേശനം അനുവദിക്കാതിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള, സങ്കല്പിക്കാൻ പറ്റാത്ത അന്യായം അഴിച്ചുവിട്ടപ്പോൾ അന്നാണ് 1875 പിന്നെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആംഗ്ലോ മുഹമ്മദൻ ഓറിയന്റൽ സ്കൂൾ സ്ഥാപിച്ചത്. അന്നാണ് ശരിയുള്ള ബംഗാളിൽ നിന്ന് ഫറൈസി മുന്നേറ്റം ഉണ്ടാക്കിയത്. ആ കാലത്താണ് സയ്യിദ് അഹമ്മദ് ബറേൽവി പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ആ കാലത്താണ് മുഹമ്മദുൽ ഹസൻ ദയൂബന്ദ് ഉണ്ടാക്കിയത്. ആ കാലത്താണ് പിന്നെ ഷാ വലിയുള്ള ഇവിടെ സലഫി മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത്. ഇവിടെ നക്ഷബന്ദി, ചിസ്തി, ഇങ്ങനെ നിരവധി ത്വരീക്കത്തുകൾ ഈ രാജ്യത്ത് ആരംഭിച്ചത് ആ കാലത്താണ്. ഈ പ്രതിസന്ധി നിറഞ്ഞ കാലത്ത് ഉമറാക്കളെ കൂട്ടിപ്പിടിച്ച് ഈ സമുദായത്തിന് ആത്മവിശ്വാസം പകർന്ന് പുതിയ പുതിയ വഴികളിലൂടെ അവരെ നയിച്ചു. ഒരു 10-40 കൊല്ലം കഴിഞ്ഞപ്പോൾ ബ്രിട്ടന്റെ ആ ചിത്രമൊക്കെ മാറി വന്നു. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള റഫറൻസ്. ഇനി അതൊക്കെ പെട്ട ഒന്നുകൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാണ്. ഇപ്പൊ ഞാനും നിങ്ങളും നിൽക്കുന്ന ഈ പ്രദേശം ഉണ്ടല്ലോ, ഏറനാട് വള്ളുവനാട് പ്രദേശമൊക്കെ, ഇവിടെ 921 കലാപം കഴിഞ്ഞതിന് ശേഷം അത് അടിച്ചമർത്താൻ വേണ്ടി അന്നത്തെ അവിഭക്ത ഇന്ത്യയുടെ 2/3 പട്ടാളം വന്ന് ഈ കോഴിക്കോടാ കേന്ദ്രീകരിച്ചത്. ഈ നാട്ടിലൊക്കെ അഴിച്ചുവിട്ട നരനായാട്ടിനൊരു കയ്യും കണക്കുമില്ല പ്രിയപ്പെട്ടവരെ. ഈ കൊണ്ടോട്ടി പരിസരത്തുള്ള ആളുകള് വലിയ കെടുതി അനുഭവിച്ചിട്ടില്ല. കാരണം കൊണ്ടോട്ടി തങ്ങൾ ബ്രിട്ടീഷ് ഏജന്റ് ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വരച്ചു കാട്ടിയ പ്രദേശത്ത് പട്ടാളം അക്രമം അഴിച്ചുവിട്ടിട്ടില്ല. അതിന്റെ അപ്പുറത്തൊക്കെ നടന്ന കെടുതികൾക്കൊരു കയ്യും കണക്കുമില്ല. ഇവിടെ ബ്രിട്ടീഷുകാര് ചില റെജിമെന്റുകളെയൊക്കെ അവതരിപ്പിച്ചിരുന്നു. ചിൻകച്ചിൻ, ഡോർസെറ്റ്, കൂർക്ക പോലെയൊക്കെയുള്ള റെജിമെന്റുകൾ. അതിൽ ഈ ചിൻകച്ചിൻ എന്ന് പറഞ്ഞ റെജിമെന്റ് ഈ പിന്നെ ആഫ്രിക്കയിലെ മലയോരവാസികളായിരുന്നു. അവര് നരഭോജികളായിരുന്നു എന്നാ പറയപ്പെടുന്നത്. അവരൊക്കെ ഇവിടെ അഴിച്ചുവിട്ട അന്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഗാസയും വെസ്റ്റ് ബാങ്കും ഒക്കെ കണ്ട് നിങ്ങളൊക്കെ ബേജാറാവുണ്ടല്ലോ, അതിൻ്റെയൊക്കെ 10 മടങ്ങായിരുന്നു എൻ്റെ നിങ്ങളെയൊക്കെ വല്യാപ്പന്മാര് ഈ നാട്ടില് അനുഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് സ്ത്രീകള് ഈ പട്ടാളക്കാര് വരുന്നത് ചില മോട്ടോർ വാഹനങ്ങളിലായിരുന്നു. മാനം ഭയന്നുകൊണ്ട് അവർ അന്ന് നിലവിളിച്ചിരുന്ന ഒരു വാചകമുണ്ട്. നമ്മളെ വല്യമ്മയൊക്കെ പറഞ്ഞു കേട്ടതാണ്. കുടുകുടായി ഇതാ വരുന്ന മണ്ടിക്കോളി അടിയോയി എന്നാ പറയുന്നത്. കുടുകുടായി എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ വാഹനമാണ്. മോട്ടോർ വാഹനത്തിന്റെ ഒച്ച കേട്ട സ്ത്രീകൾ മുഴുവൻ പാഞ്ഞ് മലയിലും കിണറ്റിലും പുത്തിലും ഒക്കെ ഒളിക്കുന്ന കാലമായിരുന്നു. ആൻഡമാൻ സ്കീം ഉണ്ടായിരുന്നു. ഇവിടുന്ന് 15 വയസ്സ് പൂർത്തിയായ മുസ്ലിം ചെറുപ്പക്കാരെ മുഴുവൻ പിടിച്ച് ഈ ഫറോക്ക്, താനൂര്, പിന്നെ പരപ്പനങ്ങാടി, തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ട്രെയിൻ കയറ്റി മദ്രാസ് കൊണ്ടുപോയി ഇറക്കി അവിടുന്ന് വരിയായിട്ട് കപ്പലിൽ കയറ്റി ആൻഡമാന്റെ തീരത്തുമാണ് വലിച്ചെറിയും. കുറെ ആളുകൾ അവിടുത്തെ വന്യജീവികൾ കടിച്ചു കൊല്ലും, പാമ്പ് കടിയേറ്റ് ചാവും, ഭക്ഷണം കിട്ടാതെ ചാവും. അങ്ങനെ അവശേഷിച്ച ആളുകളൊക്കെ അവിടെ ജീവിതം പടുത്തുയർത്തിയിട്ടുണ്ട്. വേറെ കഥ. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള പീഡനങ്ങൾ 100 കൊല്ലം മുമ്പ് ഈ മണ്ണിൽ അനുഭവിച്ച ആ പൂർവ്വപിതാക്കളുടെ അടുത്ത തലമുറയാണ് നമ്മളൊക്കെ. ആ നാട് അന്നിപ്പോ ഒന്നുകൂടി പറഞ്ഞുതരാം. അന്ന് MP നാരായണ മേനോൻ, പിന്നെ നെഹ്റു 10-11 കൊല്ലം ജയിലിൽ കിടന്നിട്ടുള്ളൂ. MP നാരായണ മേനോൻ 16 കൊല്ലം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ കിടന്ന നാരായണ മേനോൻ അന്ന് ഗാന്ധിജിക്ക് എഴുതിയൊരു കത്തുണ്ട്. ആ കത്തിൽ പറയുന്നത്, മദിരാശി പട്ടണത്തിൽ പിച്ച തണ്ടുന്ന യാചകരിൽ 50% ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും കീറിപ്പറിഞ്ഞ നീലക്കാച്ചിയുടുത്ത വൃദ്ധകളും അബലകളും വയറ് വീർത്ത് നെഞ്ചുന്തിയ കുട്ടികളുമാണ്. അവരുടെ വിഷയത്തിൽ മിസ്റ്റർ ഗാന്ധി അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞ നാരായണ മേനോൻ യാക്കൂബ് അസം വഴി ഗാന്ധിക്ക് കത്ത് കൊടുത്തയച്ചത്. അതിനെ തുടർന്നാണ് AICC മാപ്പിള ഡേ എന്നൊരു ദിവസം ആചരിക്കാൻ തീരുമാനിച്ചു. കുറെ കാലം അത് ആചരിച്ചു പോന്നിരുന്നു. JDT ഒക്കെ വന്നത് അതിന്റെ പുറകിലാണ്. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ നമ്മൾ ഇവിടെ ഈ മണ്ണിൽ നേരിട്ടിട്ടുണ്ട്. ആ മണ്ണിൽ നേരിട്ട് നമ്മളാണ് ഇന്നതാ ഈ ബുഹാരി പോലുള്ള സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്ന, ആ എക്കാപറമ്പിലതാ മർക്കസ് പടുത്തുയർത്തുന്ന, അതിൻ്റെ അപ്പുറത്ത് ഓരോ സംഘടനകളും മത്സരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയും ഇതുപോലെയൊക്കെ വിദ്യാഭ്യാസ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക, വൈജ്ഞാനിക, വാണിജ്യ രംഗത്തൊക്കെ മുന്നേറി ഇന്ത്യയിലെ തന്നെ 1-ാം നമ്പർ മുസ്ലിം സമുദായമായിട്ട് ഈ മലബാറിലെ മുസ്ലിം സമുദായം മാറിയില്ലേ? അതിന് ഈ പറഞ്ഞ കെടുതിയിൽ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേറ്റത്. അപ്പോ അതിൻ്റെയൊക്കെ പിന്നില് രാഷ്ട്രീയക്കാരുടെ, മതപണ്ഡിതരുടെ, വലിയ മഹാനുഭാവന്മാരുടെയൊക്കെ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അതിനൊക്കെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രതിസന്ധിയാണ്. ഇവിടെ ഈ സമൂഹത്തിനും സമുദായത്തിനും ദിശാബോധം നൽകാൻ ഇവിടുത്തെ ഉലമാ
ഉലമാക്കളും ഉമറാക്കളും ഒക്കെ രംഗത്ത് വരണം. അങ്ങനെയൊക്കെ വരുമ്പോ നമ്മളെ പഴയ റഫറൻസിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് ഇതിനെയൊക്കെ അതിജയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. BJP എന്ന പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്ത് 36.2% വോട്ട് മാത്രം വാങ്ങിയ പാർട്ടിയാണ്. ഈ രാജ്യത്തെ 2/3 പേരും ഇപ്പോഴും അവർക്ക് എതിരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ മുതലെടുത്തും അതിനെ മുൻനിർത്തിയും എല്ലാവരെയും ചേർത്ത് പിടിച്ച് നമ്മൾ ഈ പ്രതിസന്ധിയെ മറികടക്കണം. അതിനുള്ള ഉപായങ്ങള് മതനേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ആലോചിക്കണം. അപ്പൊ തമ്മിൽ തല്ലുകൂടാതെ ഐക്യത്തോടു കൂടി അതിന്റെ പിറകെ നീങ്ങണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമുക്ക് മറികടക്കാൻ പറ്റുകൊണ്ട് ആരും ബേജാറാവണ്ട. ഇതൊന്നും ഒന്നിന്റെ അവസാനമല്ല. ഇതിലും വലിയ വെള്ളിയാഴ്ചയും ഇതിലും വലിയ വലിയൊരുനാളൊക്കെ വന്നിട്ട് നമ്മളെ തോക്കു ചൂണ്ടിയിട്ട് നമ്മൾ ഭയപ്പെട്ടിട്ടില്ല. അത് ലോക മുസ്ലിമും അതെ, ഇന്ത്യൻ മുസ്ലിമും അതെ, കേരള മുസ്ലിമും അതെ, ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും മുസ്ലിമും അതെ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക. നമ്മൾ ഇതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകും. അതിനുള്ള നേതൃത്വം നമുക്കുണ്ട്. ഇനിയും ഈ കൂട്ടത്തിൽ നിന്ന് പുതിയ പുതിയ നേതാക്കൾ ഉയർന്നു വരേണ്ടതുണ്ട്. നാളുകളിൽ സമൂഹത്തിന് ദിശാബോധം നൽകാൻ നിങ്ങൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. എൻ്റെ 2 സുഹൃത്തുക്കളും പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ മരിച്ച രാജ്യത്തിൻ്റെ പൗരന്മാരായി ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ നിശബ്ദതയിലേക്ക്, മൗനത്തിലേക്ക്, അല്ലെങ്കിൽ ചില വിഭാഗങ്ങളുടെ മാത്രം താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങേണ്ടതുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സാംസ്കാരികമായ ബഹുസ്വരതയെ, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന മനുഷ്യരായി മാറുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ പോയിന്റിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. 1947 ഓഗസ്റ്റ് 15 മുതൽ 2025 വരെ ജീവിച്ചിരുന്ന ഒരു രാജ്യത്തിൻ്റെ പേരായി ഇന്ത്യ മാറാതിരിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു മ്യൂസിയത്തിലെ ഒരു കാഴ്ച വസ്തുവായി ചുരുക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ത്യ എന്ന ആദർശത്തെ ഇല്ലാതാക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും ഭീകരരായ ശത്രുക്കളെ നാം തിരിച്ചറിയുകയും ചെറുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് പക്ഷേ കേവലം തെരഞ്ഞെടുപ്പുകളിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നേ അല്ല. ഇന്ത്യൻ ഫാസിസ്റ്റ് അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കാൻ തെരഞ്ഞെടുപ്പുകളിലൂടെ മാത്രം സാധ്യമല്ല എന്ന് ആത്മാർത്ഥമായും ഞാൻ കരുതുന്നുണ്ട്. കാരണം ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസം അവരുടെ അജണ്ട നടപ്പിലാക്കുന്നത് പാർലമെന്റിലെ നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ മാത്രമാണ് എന്ന് കരുതാൻ അനുഭവം കൊണ്ട് നമുക്ക് സാധ്യമല്ല. അതിൻ്റെ 1-2 ഉദാഹരണങ്ങൾ നോക്കൂ. ഞാൻ ഈ അടുത്ത കഴിഞ്ഞ ഡിസംബർ മാസം ഞാൻ എത്രയോ തവണ പോയ ഒരു സ്ഥലമാണ് താജ്മഹൽ. എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കഴിഞ്ഞ ഒരു യാത്രക്കിടയിലും വെറുതെ പോകുന്ന വഴിയിൽ ഒന്നിറങ്ങി താജ്മഹലിലേക്ക് വീണ്ടും പോയി. ആഗ്ര ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് താജ്മഹലിൻ്റെ ഗേറ്റിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാരൻ താജ്മഹലിൻ്റെ കഥ പറയാൻ തുടങ്ങി. അയാൾ പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശം തന്നെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അവിടെ അദ്ദേഹത്തെ തടഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ താജ്മഹലിൻ്റെ എൻട്രി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി താജ്മഹലിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയ കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികൾക്ക് അവിടുത്തെ ഗൈഡ് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താജ്മഹലിന്റെ കഥ, താജ്മഹലിന്റെ ചരിത്രം. ആ കഥ സംഘപരിവാരം നിർമ്മിച്ചെടുത്ത കഥയാണ്. നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം ചരിത്ര സ്മാരകങ്ങളിലും, ഉത്തരേന്ത്യയിലെയും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലെയും ചരിത്ര സ്മാരകങ്ങളിൽ സംഘപരിവാരം അവരുടെ കഥകൾ, അവരുണ്ടാക്കുന്ന കഥകൾ വളരെ തന്ത്രപരമായി ലോക്കലിലൂടെ, നമ്മൾ ഏതെങ്കിലും അക്കാദമിക് സംവാദങ്ങളിലൂടെയല്ല, സാധാരണ ഓട്ടോറിക്ഷ ഡ്രൈവറിലൂടെ, ചായക്കടയിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ അവിടെ നമ്മൾ ചായ കുടിച്ചിരിക്കുമ്പോൾ വരുന്ന വെറും വർത്തമാനങ്ങളിലൂടെ വളരെ ലളിതമായി അവരുദ്ദേശിക്കുന്ന സാംസ്കാരിക അജണ്ട ഇന്ത്യയിലെ മഹാഭൂരിഭാഗം മനുഷ്യരുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കപ്പെടുന്നുണ്ട്. സെക്കുലറിസം എന്നത് ഭരണഘടനയിൽ നമ്മൾ കാണുന്ന ഒരു വാക്ക് മാത്രമല്ല. സെക്കുലറിസവും ജനാധിപത്യവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവത്തിന്റെ പേരാണ്. ജനാധിപത്യവും മതനിരപേക്ഷയും നമ്മുടെ അനുഭവമാണ്. ആ അനുഭവത്തിന്റെ മതനിരപേക്ഷതയിൽ നിന്ന് സെക്കുലറിസം എന്ന് പറയുന്നത് ഒരു ഭരണഘടനാപരമായ പദം മാത്രമായി ചുരുക്കപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ
ഇപ്പൊ ഞാനും നിങ്ങളും ജീവിക്കുകയാണ്, നമുക്ക് ഓക്സിജൻ വേണം. എൻ്റെ മൂക്കിൽ കൂടെ പൊത്തിപ്പിടിച്ച് കുറെ നേരം എന്താ ഞാൻ അടിച്ചു പോവും. എൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ എനിക്ക് ഓക്സിജൻ വേണം, അതെന്റെ ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ സാമൂഹിക ശരീരത്തിന്റെ അതിജീവനത്തിന്റെ അനിവാര്യതയുടെ പേരാണ് സെക്കുലർ സാമൂഹിക അന്തരീക്ഷം. പക്ഷെ അത് ഇന്ത്യയിലെ പലയിടങ്ങളിൽ അതൊരാവശ്യമാണ് എന്ന് കരുതുന്ന സമൂഹ മനസ്സ് പതുക്കെ പതുക്കെ റദ്ദ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. മതനിരപേക്ഷത എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആവശ്യമാണെന്ന് കരുതുന്ന ഒരു സാധാരണ മനുഷ്യരുണ്ടല്ലോ, സമൂഹ മനസ്സുണ്ടല്ലോ, അത് പതുക്കെ 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 റദ്ദ് ചെയ്യപ്പെടുന്നുണ്ട്. ബാക്കിയൊക്കെ വളരെ സ്വാഭാവികമായി മാറുന്നുണ്ട്. ഞാൻ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 2 വർഷം മുമ്പ് പോയി. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ്. ആ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിൽ ഹിന്ദിയിൽ ഡെറാഡൂൺ എന്ന് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഡെറാഡൂൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഏറ്റവും ചുരുങ്ങിയത് 3 ഭാഷകളിൽ, ചിലയിടങ്ങളിൽ 4 ഭാഷകളിൽ സ്റ്റേഷന്റെ പേരുണ്ട്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ റെയിൽവേ സ്റ്റേഷനിൽ ഹിന്ദി ഡെറാഡൂൺ ഉണ്ട്, ഇംഗ്ലീഷ് ഡെറാഡൂൺ ഉണ്ട്, ഉറുദുവിലുള്ള ഡെറാഡൂൺ എന്ന് എഴുതിയതിന്റെ മുകളിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനത്ത് മാത്രം 500-ലധികം മുസ്ലിം പള്ളികൾ 2014 ശേഷം ഇടിച്ചു പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ മലയാളം വാരികയിൽ അതിന്റെ സബ് എഡിറ്റർ വളരെ കൃത്യം അരവിന്ദ് ഗോപിനാഥിന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ദി വയർ എന്ന് പറയുന്ന അതിനകത്ത് ദുഷ്യന്ത് ദവയുടെ ഇന്റർവ്യൂ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ സുപ്രീം കോടതിയിലെ അഭിഭാഷക സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം, അഭിഭാഷക അസോസിയേഷന്റെ. അദ്ദേഹം ഇന്ത്യയിലെ DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയിലെ എത്രയോ, നിങ്ങൾ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ എത്രയോ ആളുകൾ മതനിരപേക്ഷതയെക്കുറിച്ച്, ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച്, കോൺസ്റ്റിറ്റ്യൂഷന്റെ വലിയ മഹത്വത്തെക്കുറിച്ച് എത്രയോ പ്രസംഗങ്ങൾ കേട്ടതാണ് DY ചന്ദ്രചൂഡ് എന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിലൂടെ. ആ DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന മനുഷ്യൻ ജ്ഞാൻവാപ്പി മസ്ജിദുമായി നടത്തിയ ഒരു വിധിയാണ് പിന്നീട് നടന്ന പള്ളികൾക്ക്, പല തരത്തിലുള്ള വെടിവെപ്പുകൾക്ക്, ആക്രമണങ്ങൾക്ക്, പലതരം മാന്തലുകൾക്ക് കാരണമായത്. എവിടെ വേണമെങ്കിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പണി എന്താണ്? ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് ഇന്ത്യൻ സെക്കുലറിസത്തെ, ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യത്തെ തിരിച്ചു പിടിക്കുക? അത് ഗുളിക കുടിച്ച് രക്ഷപ്പെടാൻ പറ്റൂല. എളുപ്പ വഴികളില്ല. അവിടെ ഫാസിസത്തിന്റെ, ഹിന്ദുത്വവാദത്തിന്റെ, സംഘപരിവാരത്തിന്റെ, RSSന്റെ ഐഡിയോളജിയെ, സാംസ്കാരിക അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയണം. ആ സാംസ്കാരിക അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കാൻ കേവലമായ പൊളിറ്റിക്കൽ ഗിമ്മിക്കുകൾക്ക് സാധിക്കില്ല. ഞാൻ പറയുന്നത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതിനർത്ഥം നമ്മൾ വിശാലമായ അർത്ഥത്തിൽ ഞാൻ ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഉൾപ്പെടെ എല്ലാവരും ചേർന്ന ഈ മുന്നണികൾക്ക് ഒരു പ്രസക്തി ഇല്ല എന്നല്ല. തീർച്ചയായും ആ പ്രസക്തി ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലെ മുഴുവൻ സീറ്റിലും BJP ഇന്ത്യയുടെ അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ പോലും അവരുടെ ഐഡിയോളജി ഈ രാജ്യത്തിന്റെ പല വഴികളിൽ കിടക്കുന്നുണ്ടാവും. അതിനെ നേരിടാൻ കഴിയണം. അത് നേരിടണമെങ്കിൽ എന്താണ് ഇന്ത്യയെ നേരിടുന്ന, ഇന്ത്യയെ ബാധിക്കുന്ന ഐഡിയോളജി എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ ചില വിട്ടുവീഴ്ചകൾ ഉണ്ടല്ലോ. ചില സമയങ്ങളിലൊക്കെ അത് നമ്മുടെ ഏതെങ്കിലും ഒന്നിനെതിരെ നമ്മൾ ഒന്നിനെ ചേർത്ത് പിടിക്കുന്ന ചില വിട്ടുവീഴ്ചകൾ ഉണ്ടല്ലോ. ആ വിട്ടുവീഴ്ചകൾ, ചില അഡ്ജസ്റ്റ്മെന്റുകൾ ആരെയാണ് വളർത്തുക എന്ന് തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ 2 അജണ്ടകൾ ഇന്ത്യൻ ഫാസിസത്തിനുണ്ട്. 2 അജണ്ടകൾ. അതിലൊന്ന് അവരുടെ സാമ്പത്തിക അജണ്ടയാണ്. അത് അവരുടെ നവ ലിബറൽ സാമ്പത്തിക അജണ്ടയാണ്. അതുകൊണ്ടാണ് അദാനിയും ഗോയങ്കയും ലക്ഷ്മി മിത്തലും രാജ്യത്തെ മൊത്തം സമ്പത്തിന്റെ 44% കൈയടക്കുന്ന ഏതാനും ചില കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. രാജ്യത്തിന്റെ മൊത്തം GDPയുടെ മഹാഭൂരിഭാഗം രാജ്യത്തെ കുറച്ച് കുടുംബങ്ങൾ 1% കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് ഒന്ന് സാമ്പത്തിക അജണ്ടയാണ്. രണ്ടാമത്തെ അജണ്ടയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന അവരുടെ സാംസ്കാരിക അജണ്ട.
ആ സാംസ്കാരിക അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ ഇന്ത്യയിൽ അവരുടെ ഈ അജണ്ടകൾ ബാധിക്കുന്ന മനുഷ്യരുടെ വിശാലമായ ഒരുമയുണ്ടാവണം. ആ ഒരുമയിൽ ഒരാൾ മാത്രമാണ് മുസ്ലിം. നിങ്ങൾ മുസ്ലിം ആവട്ടെ, നിങ്ങൾക്ക് ആമാശയുണ്ട്. നിങ്ങൾ ഹിന്ദു ആവട്ടെ, നിങ്ങൾക്ക് ആമാശയുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനി ആവട്ടെ, നിങ്ങൾക്ക് ആമാശയുണ്ട്. നിങ്ങൾക്ക് വിശപ്പുണ്ട്. വിശപ്പാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒന്നാമത്തെ പ്രശ്നം. ആ വിശപ്പിന് ജാതിയുടെയും മതത്തിന്റെയും പ്രശ്നങ്ങളില്ല. അതൊരു പ്രശ്നം. ഞാൻ ഇതിനർത്ഥം അവരനുഭവിക്കുന്ന സാംസ്കാരിക പ്രശ്നങ്ങളില്ല എന്നർത്ഥത്തിലല്ല. തീർച്ചയായും ആ പ്രശ്നങ്ങളുണ്ട്. അതിനെ നേരിടാൻ കഴിയണം. RSS സംഘപരിവാരം ആദ്യം തന്നെ ആക്രമിക്കാൻ വന്ന കൂട്ടർ ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ല. നിങ്ങൾ ഈ അടുത്ത കാലത്ത് മാതൃഭൂമി അയച്ചപ്പോൾ അത് വീണ്ടും വന്നിരുന്നു. ശരൺ കുമാർ ലിംബാളയെ വായിച്ച ആളുകൾ ഉണ്ടാവും. ലിംബാളയുടെ സനാതൻ എന്ന് പറയുന്ന അക്കൽമാഷി അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആത്മകഥ അംശമുള്ള നോവലാണ്. അദ്ദേഹത്തിന്റെ സനാതൻ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ശരൺകുമാർ ലിംബാള ഗംഭീരനായിട്ടുള്ള ഒരു ആന്റി സംഘി നിലപാടുള്ള ഒരു മനുഷ്യനാണ്. സമയം പറയണം. അദ്ദേഹം പറയുന്ന കഥയുടെ ചുരുക്കം ഞാൻ പറയാം. ഈ സനാതൻ എന്ന് പറയുന്ന കഥയിൽ അംബേദ്കറുടെ ജാതിയാണ് മഹാറുകൾ, പട്ടികജാതി വിഭാഗമാണ്. ആ മഹാർ എന്ന് പറയുന്ന വിഭാഗം പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയപ്പോ പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോയ ദളിത് വിഭാഗമായ മഹറുകളെ ആട്ടിയോടിക്കാൻ വേണ്ടി സംഘടിച്ച ചിത്പാവൻ ബ്രാഹ്മണ വിഭാഗത്തിന്റെ ഒരു പ്രസ്ഥാനത്തെയാണ് RSS എന്ന് പറയാ. അവരുടെ കയ്യിലെ ഈ വടിയുണ്ടല്ലോ, ദണ്ഡ എന്ന് വിളിക്കുന്ന മുളവടി, അതുകൊണ്ടുള്ള ആദ്യത്തെ അടി കൊണ്ടത് മാപ്പിളയുടെ മുസ്ലിമിന്റെ പുറത്തല്ല, നമ്മുടെ ഒന്നും നെഞ്ചത്തല്ല, അതുകൊണ്ടത് ദളിതന്റെ പുറത്താണ്. ഈ സനാതനിൽ പറയാണ്, ഇവരുടെ ഗ്രാമത്തിൽ, ഈ മഹറുകളുടെ ഗ്രാമത്തിൽ നിന്ന് ഈ സവർണരുടെ ഗ്രാമത്തിലേക്ക് കുറച്ച് ആളുകളെ വിളിച്ചുകൊണ്ടുപോയി. അവിടെ പശു ചത്തിരുന്നു. ആ ചത്ത പശുവിനെ അവർക്ക് കൊണ്ടുപോകണം. അങ്ങനെ ചത്ത പശുവിനെ കൊണ്ടുപോയ ഈ ദളിതർ മഹറുകൾ ആ പശുവിന്റെ തൊലി ഉരിഞ്ഞ് അത് വിൽപ്പനക്ക് വെക്കും. ആ മാംസം അവർ കഴിച്ചു. ചത്ത പശുവിന്റെ മാംസം അവർ കഴിച്ചു. ഇത് കഴിച്ചതിന് അവരെ ആക്രമിക്കാൻ വേണ്ടി ഈ ബ്രാഹ്മണ വിഭാഗം ഓടിക്കൂടുകയും ആക്രമിക്കുകയും ചെയ്തപ്പോൾ അത് തടയാൻ വന്ന മുസ്ലിങ്ങളെ കുറിച്ചും പിന്നീട് അവരോടുണ്ടായ ശത്രുതയെക്കുറിച്ചും പറയുന്നുണ്ട് ഈ നോവലിൽ മാത്രം. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇന്ത്യയിലെ സംഘപരിവാരം എഴുതപ്പെട്ട അജണ്ടയുടെ പുറത്താ പോകുന്നത്. നരേന്ദ്രമോദിയുടെ തലച്ചോറല്ല വഖഫ് ബില്ല്. അമിത്ഷാ അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു വായിച്ച ഏതോ ഒരു കുറിപ്പല്ല പൗരത്വ ഭേദഗതി നിയമം. അത് വിചാരധാരയിലുണ്ട്. ഇന്ത്യയിൽ RSS എന്ന് പറഞ്ഞാൽ പ്രധാനമായും മൂന്ന് പുസ്തകമാണ്. ഒന്ന്, വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈൻ, നാം അല്ലെങ്കിൽ നമ്മുടെ ദേശീയത നിർവചിക്കപ്പെടുന്നു. രണ്ട്, ബെഞ്ച് ഓഫ് തോട്ട് അഥവാ വിചാരധാര. ഇത് രണ്ടും എഴുതിയത് 33 വർഷത്തെ അവരുടെ സർസംഘചാലക് ഗോൾവാൾക്കറാണ്. ഒന്നാമത്തെ ആദ്യത്തെ പുസ്തകം അവരുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഹൂ ഈസ് ഹിന്ദു ഓർ ഹിന്ദുത്വ എന്ന എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന പേരിലും പറഞ്ഞ ഹിന്ദുത്വ എന്ന VD സവർക്കറുടെ പുസ്തകം. ഇതിലൂടെ പറഞ്ഞു വന്ന ഇതിന്റെ ഭരണഘടനയാണ്, അവർ നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് ഈ വിചാരധാരയിലുള്ളത്. അതിൽ ഇന്ത്യയിലെ ശത്രുക്കൾ, ആഭ്യന്തര ശത്രുക്കൾ എല്ലാവർക്കും അറിയാം. ഒന്നാം ശത്രു ഇന്ത്യൻ മുസ്ലിമാണ്, 2 ക്രിസ്ത്യാനിയാണ്, 3 കമ്മ്യൂണിസ്റ്റുകളാണ്. എങ്ങനെയാണ് മുസ്ലിങ്ങൾ ശത്രുവാവുക? മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഈ രാജ്യത്ത് ജീവിക്കേണ്ടത്? ഇവിടെ നേരത്തെ പറഞ്ഞതിനോട് എൻ്റെ ഒരു വിയോജിപ്പ്, RSSന്റെ BJPയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മുസ്ലിം രക്ഷപ്പെടും എന്നാ. RSSന് മുസ്ലിം സംഘടന ഉണ്ട്, അറിയുമെന്ന് വിചാരിക്കുന്നു. BJP ന്യൂനപക്ഷ മോർച്ചയല്ല. RSSന്റെ 76 സംഘപരിവാർ സംഘടനകളിൽ ഒന്നിന്റെ പേര് മുസ്ലിം ജാഗരൺ മഞ്ച് എന്നാണ്. മുസ്ലിം സംഘടന അവർക്കുണ്ട്. പക്ഷെ മുസ്ലിം ഇവിടെ ജീവിക്കണമെങ്കിൽ, ക്രിസ്ത്യാനി ഇവിടെ ജീവിക്കണമെങ്കിൽ അവർ 3, നിങ്ങൾ ലായിലായില്ല അല്ലെങ്കിൽ 5 ഇതൊന്നും പോരാ. മുസ്ലിം ഇവിടെ ജീവിക്കണമെങ്കിൽ, ക്രിസ്ത്യാനി ഇവിടെ ജീവിക്കണമെങ്കിൽ 3 ധർമ്മം പാലിക്കണം. 1 സമാജധർമ്മം, 2 മാതൃധർമ്മം, 3 പിതൃധർമ്മം. അതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പാലിക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടർ അവരുടെ കൂടെ ചില ആളുകൾ സംഘപരിവാർ അജണ്ടയുടെ ഭാഗം ഉണ്ടാവും. പക്ഷെ അവരൊന്നും ദീർഘകാലം നിൽക്കൂല. അങ്ങനെയാണെങ്കിൽ മുക്താർ അബ്ബാസ് നഖ്വി ഇപ്പോഴും മരിച്ചിട്ടില്ലല്ലോ, ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലല്ലോ, ഇപ്പൊ MP അല്ല. 543 ലോക്സഭാ MPമാരുടെ എണ്ണത്തിൽ ഇപ്പോ 4% മനസ്സിലാക്കിയിടത്തോളം 24 ആണ് ആകെ ഉള്ള MPമാരുടെ എണ്ണം. ഒറ്റൊന്ന് BJP എന്നില്ല. BJPന്റെ കൂടെ നിന്ന് മുസ്ലിങ്ങളില്ലേ? അവർക്ക് കൊടുത്തൂടെ രാജ്യസഭയിലെങ്കിലും? അങ്ങനെ നിന്നാ രക്ഷപ്പെടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ 2 അജണ്ടകളുണ്ട്. ഒന്ന് കൾച്ചറൽ, 2 എക്കണോമിക്.
ഈ രണ്ടും ഒരുമിച്ച് നടപ്പിലാക്കാൻ അവർ നമ്മുടെ ഉള്ളിലേക്ക് പലതരം ആശയങ്ങൾ അങ്ങനെ കുത്തി നിറക്കും. നമ്മുടെ എല്ലാത്തരം ഒരുമകളെയും നമ്മുടെ എല്ലാത്തരം പ്രതിരോധ സാധ്യതകളെയും പല വഴിക്ക് അവർ ഭിന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്ത്യയുടെ ഈ വിശാലമായ ഈ പൊളിറ്റിക്സ് നിലനിൽക്കണമെങ്കിൽ സ്റ്റേറ്റ് നിൽക്കണം, സംസ്ഥാനങ്ങൾ നിൽക്കണം. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സംസ്ഥാനങ്ങൾ ഉണ്ടാവണം. ഞാൻ ആദ്യം പറഞ്ഞത് അതാണ്. ഇന്ത്യയിൽ സ്റ്റേറ്റ് ഉണ്ട്, ഞാൻ രാഷ്ട്രം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ കേരളം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാവണം. കാരണം ഈ സംസ്ഥാനങ്ങൾ നിലനിൽക്കുമ്പോഴേ ഫെഡറലിസത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. ഫെഡറലിസം ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് ഈ ഒരു പടിക്ക്, ഈ ബെഞ്ചിന്, ഈ കസാരക്ക് മുകളിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഈ കസാരയെ നമ്മൾ കണ്ടാലും ഇല്ലെങ്കിലും ഞാനിവിടെ നിൽക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതില്ലെങ്കിൽ ഞാൻ വീണുപോകും. ഇന്ത്യൻ സെക്കുലറിസത്തിന് ചവിട്ടി നിൽക്കാനുള്ള, ഇന്ത്യൻ ജനാധിപത്യത്തിന് ചവിട്ടി നിൽക്കാനുള്ള പടിയാണ് ഫെഡറലിസം. ഫെഡറലിസം റദ്ദ് ചെയ്യപ്പെട്ടാൽ, ഫെഡറലിസം വലിച്ചു മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ബഹുസ്വരത തകർക്കപ്പെടും. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലെ വിശാലമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ സംരക്ഷിക്കണമെങ്കിൽ ഫെഡറലിസം സംരക്ഷിക്കപ്പെടണം. അതിന് വലിയ മതിലായിരിക്കും, ചെറിയ കല്ല് വേണം, ചെറിയ ചെറിയ അടുക്കുകൾ വേണം. ഞാൻ പറയുന്നത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ നമ്മൾ ചെറുതല്ലേ എന്ന് പറയും, പക്ഷെ ചെറുതിന് വലുതിനെ സംരക്ഷിക്കുന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും വിശാലമായ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എളുപ്പ വഴികളില്ല. ചരിത്രം നമുക്കുണ്ട്, പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു ക്യാപ്സൂൾ കഴിച്ച് പരിഹരിക്കാവുന്നതല്ല. ഏതെങ്കിലും ഒരു ഒറ്റയാൻ പ്രകടനങ്ങൾ കൊണ്ട് മറികടക്കാവുന്നതല്ല ഇന്ത്യയുടെ ദേശീയ പ്രശ്നം. അത് വളരെ വിശാലമായ അർത്ഥത്തിൽ മനുഷ്യന്റെ ഒരുമയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അവിടെ മുസ്ലിം പ്രശ്നം മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ല, മുസ്ലിമിന് മാത്രമായിട്ടുമല്ല പ്രശ്നം. കേവലം മുസ്ലിം എന്ന വാദവും വിശാലമായ ഒരു പൊളിറ്റിക്സിനെ ചുരുക്കും. ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെടുന്ന ഘട്ടത്തിൽ പാകിസ്ഥാനിലുള്ള ഒരു നേതാവ് അവിടുത്തെ മുസ്ലിം സംഘടനകളുടെ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ മുസ്ലിം സംഘടനകളുടെ നേതാക്കന്മാരോട് ആ മനുഷ്യൻ പ്രസംഗിച്ചു, നിങ്ങളുടെ രാജ്യത്ത് 3 കാര്യങ്ങൾ ചെയ്യരുത്. ആ പ്രസംഗം പിന്നീട് പുസ്തക രൂപത്തിൽ വന്നു. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസാധകശാലയാണ്. അവരുടെ പേര് ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് എന്നാണ്. ആ നേതാവിന്റെ പേര് മൗലാന അബുൽ അഅ്ല മൗദൂദി എന്നാണ്. ആ മനുഷ്യൻ പ്രസംഗിച്ച 3 കാര്യങ്ങൾ: 1, ജനാധിപത്യം പാടില്ല; 2, മതനിരപേക്ഷത പാടില്ല; 3, ദേശീയത്വം പാടില്ല. ഹേ മുസൽമാന്മാരെ, ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പരിശുദ്ധ ഖുർആനിനെ പുറങ്കാലുകൊണ്ട് തട്ടിയെറിയലാണ്. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയും നിങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും കടകവിരുദ്ധമാണ്. ഈ വാക്ക് എന്റേതല്ല, മൗദൂദിയുടേതാണ്. ഇത്തരം ആളുകളുടെ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ഒരു സമുദായത്തിനുള്ളിലേക്ക് കടന്നു വന്നാൽ രക്ഷപ്പെടും എന്ന് വിചാരിക്കരുത്. ഇരുട്ടത്ത് നിൽക്കുന്ന സംഘപരിവാറത്തിന് ടോർച്ചടിച്ചു കൊടുക്കുന്ന പണി എടുക്കുന്ന കൂട്ടരുണ്ട്. അവരും ഐഡന്റിറ്റി പറയും. അതുകൊണ്ട് ഐഡന്റിറ്റി മനുഷ്യന്റെ ഐഡന്റിറ്റി ആയിരിക്കണം എന്നതുകൂടിയാണ് എൻ്റെ കാഴ്ചപ്പാട്. മുസ്ലിങ്ങൾ പ്രതിയുള്ള ഒരാകുലതയും ഒരാശങ്കയൊന്നുമല്ല നമ്മൾ പങ്കുവെക്കുന്നതിൻ്റെ താല്പര്യം. അതിനപ്പുറത്തേക്ക് പിന്നെ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെക്കുറിച്ചുള്ള, അതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള ചില ആശങ്കകൾ കൂടി നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഈ മോദി സർക്കാർ കാലത്ത് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഫഹ്മിദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കവിത ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഫഹ്മിദ ആ കവിതയിൽ എഴുതിയത്, ഒടുവിൽ നിങ്ങൾ ഇന്ത്യക്കാരും ഞങ്ങളെപ്പോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന്. ഇപ്പം ഇന്ത്യ അപകടപ്പെടരുത് എന്നൊരാശയമാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അത്തരം ഒരു അപകടപ്പെടാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിരോധം എന്ന് പറയുന്നത് സാംസ്കാരികവും പ്രാദേശികവുമായ ചില പ്രതിരോധങ്ങൾ, ചില ചേർത്ത് നിൽക്കലുകൾ ഉണ്ടാവുക എന്ന് തന്നെയാണ്. അവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും ആഴത്തിൽ ഇടം പിടിക്കാൻ ഉള്ള ഒരു ശ്രമമാണ് ശരിക്കും ഇപ്പോൾ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് പവിത്രന്റെ ഒരു കവിതയിൽ, ഭൂപടങ്ങളിൽ ചോര പെയ്യുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ, ആ കവിതയുടെ ഒരു ആശയം എങ്ങനെയാണ്? ഒരു ചരിത്രാധ്യാപകൻ ക്ലാസ് റൂമിലേക്ക് വരുന്നു. ക്ലാസ് റൂമിൽ വന്നിട്ട് അദ്ദേഹം കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഗാന്ധിയെ അറിയാമോ?
അപ്പോൾ കുട്ടികളിങ്ങനെ ആശങ്കയോടെ നിൽക്കണം, ആർക്കും ഗാന്ധിയെ അറിയില്ല. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ചോദിച്ചത്രേ, അദ്ദേഹം ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തെക്കുറിച്ച്, ഒരു ഉപ്പ് കച്ചവടക്കാരനാണോ അദ്ദേഹം ചോദിച്ചത്രേ. അപ്പോൾ അദ്ദേഹം പിന്നെ ചരിത്രാധ്യാപകൻ ഇരിക്കും, ഹിസ്റ്ററി പഠിപ്പിക്കുന്ന മാഷി ഇരിക്കാൻ വേണ്ടി പറഞ്ഞ് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നാത്തുറാം വിനായക് ഗോഡ്സെ അറിയുമെന്നാണ്, ഗാന്ധിയുടെ ഘാതകനെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയാം, അദ്ദേഹം വിപ്ലവ കവിയാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, രാജ്യസ്നേഹിയാണെന്നൊക്കെ കുട്ടികൾ ഒരുപോലെ ഉത്തരം പറയുന്നത് 90കളിലെ അവസാനത്തിലോ അല്ലെങ്കിൽ 2000ന്റെ ആദ്യത്തിലൊക്കെ ആയിരിക്കും പവിത്രൻ ഈ കവിത എഴുതിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഇന്ത്യയിലെ ചരിത്ര വസ്തുതകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ്, മുഗളന്മാർ ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് പാഠപുസ്തകങ്ങളിൽ നിന്ന് പിന്നെ വെട്ടിമാറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു നിരീക്ഷണം, മുഗളന്മാരായതുകൊണ്ടല്ല മുഗളന്മാരെ വെട്ടിമാറ്റുന്നത്, മുഗൾ ചക്രവർത്തിമാർ മുസ്ലിങ്ങളായതുകൊണ്ട് കൂടിയാണ് അവരെ വെട്ടിമാറ്റലിനെ വിധേയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അങ്ങനെയെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെ അപരവൽക്കരിക്കാനും മാറ്റി നിർത്താനും ശ്രമിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ചേർന്നു നിൽക്കുക എന്നതാണ്. ഇന്ത്യയുടെ ഒരു പൈതൃകം അത് തന്നെയാണ്. ഇപ്പൊ ഗുജറാത്ത് കലാപം ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുണ്ടായിരുന്നത്? മുസ്ലിങ്ങളായിരുന്നില്ല. അതിനപ്പുറത്തുള്ള ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾ തന്നെയാണ്. ഓരോ കലുഷമായ സന്ദർഭങ്ങളിലും സങ്കീർണമായ സാഹചര്യങ്ങളിലും മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഗാന്ധി ഖിലാഫത്തിനെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതിനോട് സ്വീകരിച്ച സമീപനം എന്താണെന്നൊക്കെ ചരിത്രത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ പുതിയൊരു രാഷ്ട്രീയ വ്യവസ്ഥിതിയിലേക്ക് കാലത്തേക്ക് വരുമ്പോൾ ഒരു ഭാഗത്ത് നമ്മളെ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്തരം ന്യൂനപക്ഷങ്ങളെ, മുസ്ലിങ്ങളെ, ഒരു മർദ്ദിത സമൂഹത്തെ ചേർത്തു നിർത്തുക എന്നത് ഇന്ത്യയിലെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഉത്തരവാദിത്വമായി മാറേണ്ടതുണ്ട്. പക്ഷെ ഒരു കാര്യം, നേരത്തെ പാർലമെന്റിലെ MP-മാരുടെ എണ്ണം പറയുന്നിടത്ത് തന്നെ 14% അല്ലെങ്കിൽ താഴെ അല്ലെങ്കിൽ 10% താഴെ നിൽക്കുന്നു എന്നാണ്. ആരായിരിക്കും അതിനെ പ്രതിചേർക്കപ്പെടാന്നുള്ളൊരു സംശയം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമുദായങ്ങളുടെ പ്രാതിനിധ്യം എങ്ങനെയാണ്? അത് ശരിക്കും പരിഹരിക്കുന്നിടത്ത് എന്തെങ്കിലും കുറച്ചുകൂടി ആരോഗ്യകരമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ്. പക്ഷെ കഴിയാതെ പോകുന്നുണ്ടോ, മൗനം അവലംബിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനോട് ഒരു നിരുത്തരവാദപരമായ സമീപനം സ്വീകരിക്കുന്നുണ്ടോ? അപ്പൊ ശരിക്കും അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഒരു ധ്രുവീകരണ യുക്തി, ഒരു സാമുദായിക ധ്രുവീകരണ യുക്തിയിൽ നമ്മൾ അകപ്പെടാതിരിക്കുക എന്നതാണ് ഈ ചർച്ചയുടെ ആകെ താല്പര്യം. പക്ഷെ കേരളം പോലും അങ്ങനെ അകപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയത്തിലേക്ക് നമ്മൾ വന്നാൽ അതൊരു തെറ്റാവില്ല. കേരളത്തിലെ പോലീസിന്റെ ഉദ്യോഗസ്ഥ വിഭാഗത്തിൽ നിന്നൊക്കെ സ്വീകരിക്കുന്ന സമീപനങ്ങൾ അത്തരൊരു സാമുദായിക ധ്രുവീകരണ യുക്തിയിൽ അകപ്പെട്ടു പോയതിന്റെ പ്രതിഫലനമാണോ എന്ന് സംശയിച്ചു പോകുന്നത് ഒരു തെറ്റായി മാറുമോ? സ്വാഭാവികമായൊരു ചോദ്യമാണ്. ആദ്യം പറഞ്ഞ ഭാഗത്തു നിന്ന് തുടങ്ങാം. ഈ ചരിത്രം, മുഗളന്മാരുടെ ചരിത്രം മാറ്റുന്നത് മുസ്ലിം ചരിത്രം മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഒരു പരിധിവരെ ശരിയാണ്, പക്ഷെ ഒരു പരിധിക്കപ്പുറം ശരിയൊന്നുമല്ല. മുഗളന്മാർ നിങ്ങൾ വിചാരിച്ച പള്ളി കമ്മിറ്റി സെക്രട്ടറി ആക്കി കൊണ്ടുവരാൻ നിൽക്കണ്ട, അവരെ വായിച്ചാൽ പലതരം മുസ്ലിംസിനെ കിട്ടും. അതൊക്കെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ ടൈപ്പും വേണം. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. രണ്ടാമത്തത്, ഈ മുഗൾ ചരിത്രത്തിന് മുമ്പ് ഇല്ലെങ്കിൽ ഈ മുസ്ലിം ചരിത്രത്തിന് മുമ്പ് മായ്ക്കപ്പെട്ട ഗംഭീര ചരിത്രമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളൂ. ആ വിഭാഗം മൈക്രോ മൈനോറിറ്റി ആയതുകൊണ്ട് അവരുടെ പൊളിറ്റിക്സ് അത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ മുംബൈയിൽ പോവുക, അവിടുന്ന് നമ്മുടെ താജ് ഹോട്ടലിൻ്റെ ഒക്കെ അടുത്ത് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് കുറച്ച് സമയം നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്താൽ നമുക്ക് എലഫന്റ കേവ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷനിലെത്താം. എലഫന്റ കേവിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ, എലഫന്റ കേവ് വളരെ പൗരാണികമായ ഒരു ബുദ്ധിസ്റ്റ് നിർമ്മിതിയാണ്, അതിഗംഭീരമായ നിർമ്മിതിയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി ഈ ചരിത്രം വല്ലതൊക്കെ വായിച്ചു പോയ ആൾക്ക് അതിനെക്കുറിച്ച് കാണുമ്പോൾ അത് കിട്ടും. അല്ലെങ്കിൽ കാണാൻ പോകുന്ന എന്താ വെച്ചാൽ, ഈ നിർമ്മിച്ചു വെച്ചതിൻ്റെ ഇടയിലേക്ക് കയറി പോകേണ്ടത് ഒരു പന്തൽ കെട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എന്തായിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു ചെറിയ പന്തൽ, അവിടെ ഒരു പൂണൂലുകാരൻ ഒരു മണി അടിച്ചു ഉത്തിരിക്കുന്നുണ്ട്, ഒരു കാവിക്കൊടിയുണ്ട്. ഈ മണിയടിയും പൂണൂലും കൊണ്ട് ഈ വലിയ ചരിത്രത്തെ മുഴുവൻ റദ്ദ് ചെയ്തിട്ടുണ്ട്, മുഴുവൻ. അങ്ങനെ റദ്ദ് ചെയ്യാനുള്ള ശ്രമം, നിങ്ങൾ ഡൽഹിയിലെ ചെങ്കോട്ടയിലേക്ക് പോകും. ചെങ്കോട്ടയിൽ വൈകുന്നേരം ആയാലേ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ ലേസർ ഷോ ഉണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ കോട്ടകളിലും ഇപ്പൊ ഈ ലേസർ ഷോകളുണ്ട്. ഈ സകല ഷോകളിലൂടെയും അവരുദ്ദേശിക്കുന്ന രീതിയിലേക്ക് ചരിത്രത്തെ മാറ്റുന്നുണ്ട്.
ആ മാറ്റം നമ്മൾ ഔറംഗസീബ് ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ കേട്ടു നിൽക്കുന്നു. ഈ ഒരാൾ ജയ് ശ്രീറാം എന്ന് വിളിക്കാഞ്ഞാൽ തല്ലിക്കൊല്ലപ്പെടുന്ന ഒരു രാജ്യത്ത് അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ പലതരത്തിൽ ദളിതരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പലതരം വയലൻസിന് ഇരയാക്കപ്പെടുന്നുണ്ട്, പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക്. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ സമാനമായ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ടോ? കേരളത്തിലെ പോലീസിങ്ങിൽ പോരായ്മകളില്ല എന്ന് പറയാൻ മാത്രം ഒരു വിഡ്ഢിയല്ല ഞാൻ. കേരളത്തിലെ പോലീസിങ്ങിൽ പോരായ്മകളുണ്ട്. പക്ഷേ ഇതേ പോലീസാണ്. എങ്ങനെയാണ് തലശ്ശേരി കലാപം ഉണ്ടായത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു. 1971 തലശ്ശേരി കലാപം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഹോട്ടലിൽ നിന്ന് ഒരു അമ്പലത്തിലെ ഘോഷയാത്ര നടക്കുമ്പോൾ അതിലേക്ക് എന്തോ എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള ഒരു വയലൻസ് ആണ്. ഇതിന് സമാനമായ രീതിയിൽ നമ്മുടെ കേരളത്തിൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ SD പോപ്പുലർ ഫ്രണ്ട്, RSS വിഭാഗങ്ങൾ പരസ്പര സഹായ സഹകരണ സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ വീതം കൊലപ്പെടുത്തിയിട്ട് ചില അജണ്ടകൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതിന്റെ തുടർച്ചയിൽ വളരെ രഹസ്യമായി കേരളത്തിലെ സംഘപരിവാരം ഒരു ജാഥ നടത്താൻ തീരുമാനിച്ചു. കേരളത്തിലെ വളരെ രഹസ്യമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളായിരുന്നു. കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ബെൽറ്റിലൂടെ ഒരു പദസഞ്ചയനം അവർ തീരുമാനിക്കുകയായിരുന്നു. ആ പദസഞ്ചയനം തടഞ്ഞതുകൊണ്ടാണ് നമുക്ക് കേരളത്തിൽ അന്ന് രൂപപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണൽ റയോട്ടിനെ നമുക്ക് തടയാൻ പറ്റിയത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യ നമ്മുടെ ഒക്കെ മൊബൈൽ ഫോണിൽ ലഭ്യമാണ് ഡാറ്റ. പരിശോധിക്കൂ. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കമ്മ്യൂണൽ ഇഷ്യൂസ്, കലാപങ്ങൾ, രാമനവമി ദിവസം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട്, ഒരു പേപ്പർ കൊണ്ട്, ഒരു ശീലകഷ്ണം കൊണ്ട് മറച്ചു വെക്കേണ്ട ഏതെങ്കിലും ഒരു പള്ളി മിനാരം കേരളത്തിലില്ല. ഏതെങ്കിലും ഒന്നില്ല. ഇന്ത്യയിൽ എത്രയോ സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇപ്പോഴും ഇത് കാണുന്നുണ്ട്. എന്നാൽ സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത് നമ്മളല്ല, സെൻട്രലിൻ്റെതാണ്. ആ സിവിൽ സർവീസ് പരീക്ഷയുടെ ഭാഗമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യുന്ന ആളുകളിൽ ചില ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതിന്റെ തെളിവല്ലേ ഇപ്പൊ ജസ്റ്റ് പോലീസ് ഏതാ ശ്രീദേവിയോ IPS ഒരു ഞാൻ അങ്ങനെയൊക്കെ പറയാം, ഞങ്ങള് ഒരു IPS ആയിരുന്നില്ലേ ഇപ്പൊ റിട്ടയർഡ് ആയതിനു ശേഷം, പിന്നെ സെൻകുമാർ, ഇങ്ങനത്തെ ഒക്കെ ആളുകളുണ്ട്. അത്തരം ആളുകളെ പൂർണ്ണമായും നമുക്ക് കൺട്രോൾ ചെയ്യാൻ ചില ആളുകൾ പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ അവരുടെ സംഗീതം കാണിക്കുന്ന ആളുകളുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അപ്പം ആഭ്യന്തരമന്ത്രി ഒക്കെ പാടെ ചെയ്യണ്ടേ എന്ന് ചോദിച്ച് ചെയ്യണം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന ഈ നാട്ടിൽ ഏതെങ്കിലും കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഏതെങ്കിലും ഒരാളെ ഹെൽമെറ്റ് ഇടാതെ നിങ്ങളെ പോകുമ്പോൾ പിടിച്ചിട്ട് എന്താ ഹെൽമെറ്റ് ഇടാത്ത നിറച്ചിട്ട് 2 വർത്താനം പറഞ്ഞു ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ സെക്രട്ടറി ഉത്തരവാദിയാ? അയാൾ അറിയോ ഈ കാര്യം? അറിയുമ്പോൾ ഇടപെടാൻ പറ്റും, അറിയുമ്പോൾ ഇടപെടാൻ കഴിയും. ഞാൻ പറയുന്നത് ഈ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം മുൻപ് കേരളത്തിൽ കമ്മ്യൂണൽ ഇഷ്യൂസ് ഉണ്ടായതിന്റെ ഡാറ്റ നമ്മുടെ മുന്നിലുണ്ട്. അത്തരത്തിലുള്ള ഒരു കലാപവും ഇല്ലാത്ത ഒരു 9 വർഷം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഉണ്ട്. അതിലൊരു സംശയമല്ല. അതേസമയം എല്ലാം പെർഫെക്റ്റ് ആണെന്നല്ല, കേരളത്തിലെ പോലീസിങ്ങിലേക്ക്, ഭരണ സംവിധാനത്തിലേക്ക്, ഈ രഹസ്യ സംവിധാനങ്ങളിലേക്ക് പലതിലേക്കും ഹിന്ദുത്വത്തിൻ്റെതായ കടന്നുകയറ്റം സംഭവിക്കുന്നുണ്ട്. അത് ചെറുത്തു തോൽപ്പിക്കാനുള്ള ജാഗ്രത കേരളീയ പൊതുസമൂഹത്തിനുണ്ട്. അത് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇദ്ദേഹം RSSകാരുമായിട്ട് ചേർന്ന് പോണതാണ് രക്ഷ എന്ന് ആരാ പറഞ്ഞത്? നിങ്ങളങ്ങനെ പറഞ്ഞ് ആരോ പറഞ്ഞെന്ന് പറഞ്ഞു. ആരത് പറഞ്ഞു? RSSുമായിട്ട് ചേർന്ന് പോകുന്നതിലാണ് രക്ഷ എന്ന് ഇവിടെ ആരോ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു. അത് അങ്ങനെ ആരാ പറഞ്ഞത്? ഞാൻ കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാണ്. RSSുമായി പരാമർശം നടത്തിയിരുന്നു. RSSുമായി ചേർന്ന് പോകുന്നതാണ് രക്ഷ എന്ന് ആരെങ്കിലും പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു. ഇവിടെ ഉള്ളതിൽ നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നത്, ഞാൻ CPM-നെ റെപ്രസെന്റ് ചെയ്യുന്നു. നവാസ് മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, MSF നേതാവാണ്. നൗഷാദ് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളാണ്. ഏതെങ്കിലും തരത്തിലൊരു കക്ഷി രാഷ്ട്രീയപരമായ അങ്ങനെയുള്ള ഒരു ആരോപണം ഞാനിവിടെ എന്തായാലും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇന്ത്യയിലെ സംഘപരിവാരത്തെ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി വ്യക്തമാക്കാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൂടെ മാത്രം പ്രതിരോധിക്കാൻ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഞങ്ങൾ RSS അജണ്ടകളെ BJPയെ ചെറുക്കുന്നു എന്ന് പറയുന്നിടത്ത് ശരിയല്ല. BJP മുന്നോട്ട് വെക്കുന്ന, ഉദാഹരണത്തിന്
ബാബരി പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുക എന്നത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു എന്ന് ആരെങ്കിലും പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അതേത് കൊടിക്ക് കീഴിലാണെങ്കിലും ആ പങ്കുവച്ച ആഗ്രഹം ഹിന്ദുത്വത്തിന്റെ ആഗ്രഹമാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അതെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ ബീഫ് നിരോധനം നടപ്പിലാക്കിയ രാഷ്ട്രീയം കാവിക്കൊടി ആയിരുന്നില്ല എന്നത് ദുഃഖകരമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒന്നാണ്. ഇനി ഞാൻ പറയാം, ഞാനൊന്ന് പറയണമല്ലോ, ഇത് പച്ചക്ക് രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇന്ത്യ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി ആദ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയത് 1977 അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ജനസംഘത്തിന്റെയും കൂടെ ചേർന്ന് കോൺഗ്രസിനെ തോൽപ്പിക്കാനാണ് അവർ ഇടപെട്ട് തുടങ്ങിയത്. 2012-13 വെൽഫെയർ പാർട്ടി രൂപീകരിച്ച് 2016 തെരഞ്ഞെടുപ്പ് വരെ ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവനവന്റെ കൂടെ ആവുമ്പോൾ നല്ലതും പുറത്തു വരുമ്പോൾ മോശമാവുന്ന രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നില്ല. ദേശാഭിമാനി ജമാഅത്തെ ഇസ്ലാമി വെള്ളപൂശി എഴുതിയ മുഖപ്രസംഗമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ മതേതരത്വം ഉണ്ടായിരുന്ന ഒരു കാലത്താണ്, ഈ വർഗീയതയുടെ കാലത്തല്ല അതൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയൊക്കെ രാഷ്ട്രീയം പറയാൻ പോയി കഴിഞ്ഞാൽ ബാബരി മസ്ജിദ് പൊളിച്ച് മ്യൂസിയം ആക്കണം എന്ന് പറഞ്ഞത് ആരാന്ന് നമുക്കറിയാം. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, അതല്ല, ഇവിടെ സംഘപരിവാറിന്റെ ചില ഉദ്യോഗസ്ഥർ സിവിൽ സർവീസ് പാസ്സായിട്ട് വന്ന് അവരങ്ങ് ഭരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ഒക്കെ? അങ്ങനെയുള്ള മണിയൊടഞ്ഞ മൂരികളെയൊന്നും ഇവിടെ അധികാരസ്ഥാനത്തിരുത്താൻ കൊള്ളില്ല. അതൊക്കെ അധികാരസ്ഥാനത്തിരിക്കുന്നവര് അവര് നടപ്പിലാക്കണം അവരുടെ അഡ്മിനിസ്ട്രേഷൻ. ഏതോ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്തു, ആ ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയാം, പിന്നെ ആ ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറി അങ്ങ് ഭരിച്ചാൽ പോരെ, പിന്നെ ഇവിടെ എന്തിനാ ഒരു മുഖ്യമന്ത്രിയും ഭരണമൊക്കെ? അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞു പോരുത്. ഞാനിതിവിടെ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല, സതുദ്ദേശപരമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഒളിച്ചു കടത്താൻ തുടങ്ങിയാൽ നമുക്ക് പച്ചക്ക് തന്നെ പറയേണ്ടി വരും. ഞാൻ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഈ സംഭവത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചതല്ല, അത് പറഞ്ഞു വെച്ചത് കൊണ്ട് ക്ലാരിറ്റി വരുത്തണം തോന്നുന്നു. ഒന്ന്, ഈ 1948 ഗാന്ധി വധം നടക്കുന്ന ഒരു ഇന്ത്യയുണ്ട്. ആ ഗാന്ധിയെ കൊന്നു കളഞ്ഞത് RSS ആണെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല, സംഘപരിവാർ എന്ന കാര്യം സംശയമില്ല. പക്ഷെ ആ RSSന് പിന്നീട് ഒരിക്കലും ഇന്ത്യയിൽ ഒരു ഇടം കൊടുത്തിട്ടില്ല. നമുക്കറിയാം, അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ വിളക്കണഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ്. ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഇന്ത്യയുടെ വിളക്കണിഞ്ഞുവെങ്കിലും കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയത്തിൽ ആ വിളക്ക് പ്രകാശിപ്പിച്ച പ്രകാശം നിലനിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നീട് ചരിത്രത്തിൽ 2 BJP MPമാരെ നമ്മൾ കാണുന്നുണ്ട്. അത് നമുക്കറിയാം, ഷാബാനു ബീഗം കേസുമായി ബന്ധപ്പെട്ട ആ വർഷങ്ങളിലാണ് നമ്മളത് കാണുന്നത്. ആ 2 പേരെ, ഷാബാനു ബീഗം, ഇവിടെ ചരിത്രം പഠിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഡേറ്റുകൾ നോട്ട് ചെയ്യണം, അതേക്കുറിച്ച് പഠിക്കണം. തെറ്റിദ്ധാരണ പരത്തുന്ന പരാമർശങ്ങൾ ഇല്ല വന്നതുകൊണ്ടാണ് അത് പറയേണ്ടി വന്നത്. ഷാബാനു ബീഗം കേസിൽ 2ൽ നിൽക്കുന്ന BJPക്ക് ഒരുപക്ഷെ അന്ന് കോൺഗ്രസ് ശരീഅത്ത് സംരക്ഷണത്തിന് വേണ്ടി കോൺഗ്രസ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് കൂടെ നിന്നു എന്ന് പറഞ്ഞ് ശരീഅത്തിന് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിച്ചു എന്ന് പറഞ്ഞ് ആ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാക്കി, ആ ഇന്ത്യയിൽ ഉണ്ടാക്കി. ആ രാഷ്ട്രീയത്തിൽ കേവലം പ്രസക്തമല്ലാത്ത 2 സീറ്റിൽ നിന്ന് BJP, പിന്നീട് ആ BJPയും ഇവിടുത്തെ മറ്റു കക്ഷികളും, എൻ്റെ സുഹൃത്ത് പറഞ്ഞ അന്നത്തെ സുഹൃത്തിന്റെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെ VP സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ് വിട്ടു വന്ന, കോൺഗ്രസിന് ബദലായ ഒരു പ്രധാനമന്ത്രി ഉയർത്തി കാണിച്ച് ആ തിരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് പോകുമ്പോൾ ഗാന്ധി വധത്തിൽ റദ്ദു ചെയ്യപ്പെട്ട രാജ്യത്തെ RSSന്റെ സാധ്യതയെ 2ൽ നിന്ന് 60ലേക്ക് കൊണ്ടുവന്നത് ഷാബാനു ബീഗം കേസ് എന്ന് പറയുന്ന ഒരു കേസിനകത്ത് ശരീഅത്ത് സംരക്ഷിക്കണമെന്ന് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് ശ്രീമാൻ രാജീവ് ഗാന്ധിയോട് ആവശ്യപ്പെടുകയും രാജീവ് ഗാന്ധി ഇന്ത്യയിലെ മുസൽമാന് വേണ്ടി അങ്ങനെ ഒരു നിയമത്തെക്കുറിച്ച് ലോക പണ്ഡിതന്മാരോട് ചർച്ച ചെയ്തതും ദയൂബന്ദിൽ പോയി ചർച്ച ചെയ്തതൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ജഡ്ജിന്റെ പരാമർശം, വിശുദ്ധ ഖുർആനിലെ മത്താ എന്ന പരാമർശം, അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ലോക പണ്ഡിതന്മാരുൾപ്പെടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നത്. ആ നിയമനിർമ്മാണം കൊണ്ടുവന്നതിന്റെ പേരിൽ കോൺഗ്രസ് ഒരു ബദലുണ്ടാക്കാൻ ശ്രമിക്കുകയും ആ ബദൽ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ പ്രധാനമന്ത്രിയെ ഉയർത്തി കാണിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് പിന്തുണ തരാം എന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പിലാണ് ഇന്നത്തെ അന്ന് 2 ഉണ്ടായിരുന്ന BJP 60ലേക്ക് എത്തിയതും ആ 60 ഉണ്ടായിരുന്ന BJP പിന്നത്തെ തെരഞ്ഞെടുപ്പിൽ 100 ആയതും അവർ പിന്നെ വാജ്പേയി പ്രധാനമന്ത്രിയായതും ഇന്ന് തുടർച്ചയായി 3 തവണ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതും എന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഇന്നുണ്ടാകുന്ന ദുരന്തത്തിന്റെ ആദ്യ പാഠപുസ്തകം അവിടെ ആരംഭിക്കുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കാത്ത വേദിയിൽ രാഷ്ട്രീയം പറന്നു വെച്ചതുകൊണ്ട് അതവിടെ പറഞ്ഞു വെക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, സംസാരത്തിനിടയിൽ എൻ്റെ CPMന്റെ പ്രതിനിധി പ്രിയപ്പെട്ട സുഹൃത്ത് ജംഷയിലൂടെ പറഞ്ഞു, സ്വത്വ രാഷ്ട്രീയം അല്ലെങ്കിൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മനുഷ്യ ഐഡന്റിറ്റി മാത്രമാണ് എന്ന്.
ഒരുപക്ഷെ ഈ സ്ഥാപനത്തിൽ ഈ ചർച്ചയിൽ വന്നിരുന്ന് അങ്ങനെ പറഞ്ഞാൽ അത് തിരുത്താതെ പോയാൽ ഈ സ്ഥാപനത്തോടും ഇവിടെ ഇരിക്കുന്ന ആളുകളോടും ചെയ്യുന്ന നീതികേടായിരിക്കും എന്നെന്റെ മനസാക്ഷി എന്നോട് പറയുന്നു. സ്വത്വം എന്ന് പറയുന്ന അത്ര മോശപ്പെട്ട കാര്യമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ സ്വത്വത്തിൽ മാത്രം നിൽക്കേണ്ടവരാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. വ്യക്തിപരമായി അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. മുസ്ലിം എന്ന ഐഡന്റിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ആ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുമാണ്. ഒരുപക്ഷെ അങ്ങ് പറഞ്ഞ വാചകം ഇന്ന് സംഘപരിവാർ പറയുന്ന വാചകത്തിന്റെ ഒരു മോഡേൺ വേർഷനായി ഞങ്ങൾ സംശയിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ഒരു പരാമർശം ഒരു പുതിയ ഇന്ത്യക്കകത്ത് അങ്ങയെപ്പോലെ ഒരാൾ നിർവഹിക്കാതിരിക്കണം എന്ന അഭിപ്രായം ഞാൻ പങ്കുവെക്കുകയാണ്. ഞാൻ അങ്ങയുടെ പാർട്ടി സെക്രട്ടറി ആമുഖം എഴുതിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകം സ്വത്ത് രാഷ്ട്രീയവും അതുപോലെ തന്നെ വർഗരാഷ്ട്രീയവും തമ്മിലുള്ള സംഘർഷം എന്നാണ്. അതിൽ അവർ പറഞ്ഞു വെക്കുന്ന, നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ആമുഖം എഴുതി വെക്കുന്ന ആ പുസ്തകത്തിൽ, ദേശാഭിമാനി ഇറക്കിയ പുസ്തകത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വത്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതെന്തോ അപരാധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിന്റെ അതേ വേർഷനിലുള്ള ഒരു സംസാരം അങ്ങ് ഇവിടെ നടത്തുകയാണ്. ആ സ്വത്വം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന വിശാലമായ ഒരു സ്വത്വത്തിൽ മാത്രം നിൽക്കണമോ എന്നതല്ല. ഈ തലയിൽ തെട്ടുകെട്ടി താടി വെച്ച് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ നിൽക്കുന്നത് മനുഷ്യൻ എന്ന വിശാലമായ സ്വത്വത്തിൽ മാത്രമല്ല, മുസ്ലിം എന്ന സ്വത്വത്തിൽ അഭിമാനം കൊണ്ടുകൊണ്ടാണ്. അവിടെ ഒരു പക്ഷെ അങ്ങ് പറഞ്ഞതിനോട് വിയോജിക്കാതെ പോയാൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വിശ്വാസത്തോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും എന്നതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റായ വ്യാഖ്യാനം അങ്ങേക്കുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നും അങ്ങയുടെ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ഒരു വർഗരാഷ്ട്രീയ സമൂഹം മാത്രമാണ് ഒരു രാജ്യത്തുണ്ടാകേണ്ടത്, ഐഡന്റിറ്റി എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമാണ് എന്ന തെറ്റായ വായന അല്ലെങ്കിൽ തെറ്റായ എഴുത്ത് അങ്ങയുടെ പാർട്ടി സെക്രട്ടറി പോലും എഴുതി വെച്ചത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലൊരു ചർച്ചയ്ക്ക് വന്ന് ഭംഗ്യന്തരയാണ് അത് പറഞ്ഞു പോകുന്നത്. അത് അങ്ങയുടെ ആശയത്തെ അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു ആശയത്തെ മറികടക്കാൻ വേണ്ടി അങ്ങയുടെ ഒരു ആശയത്തെ തിരികെ കയറ്റലായി പോകും. അതുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ചർച്ചയുടെ മുറിക്കിലേക്ക് തന്നെ വരണം എന്നുള്ളതാണ് ഇപ്പോൾ ആഗ്രഹം. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ചർച്ചയിൽ ആകെ ഉദ്ദേശിച്ചൊരു നമ്മൾ അത്തരം ഒരു പിന്നെ മുസ്ലിം രാഷ്ട്രീയ പരിസരത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നിടത്ത് ഈ രാജ്യം നിലനിൽക്കുക എന്നതാണ് നമ്മുടെ താല്പര്യം. ഒരു പ്രശ്നേ ഞാൻ പറയാത്തതോ നമുക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയേണ്ടതാണ് എന്ന് ആരൊക്കെയോ കരുതുന്നതോ ആയ കുറേ കാര്യങ്ങൾ സമർത്ഥിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഇങ്ങനെ കേവല ഈ ഒരു വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ചർച്ചനെ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ചുരുക്കാനല്ല ഞാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് ഞാൻ വളരെ കൃത്യമായി 9 വർഷത്തെ പരാമർശിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അതങ്ങനെ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. 9 വർഷത്തെ മാത്രമല്ല താങ്കൾ പറഞ്ഞ IPS ഉദ്യോഗസ്ഥൻ മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത അല്ല ഞാൻ പറയുന്നത്, ഒരു കാര്യം ചേർത്തോട്ടെ, നിങ്ങൾക്ക് പറയാൻ ഒരു അവസരം തരട്ടെ. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു പത്രത്തിൽ വന്നൊരു വാർത്ത, കേരളത്തില് ഈ പറയുന്ന ജയിലിനകത്ത് RSS ഫ്രാക്ഷൻ യോഗം ചേർന്നു എന്നാണ്. അത് IPS കാരല്ലോ, അത് IAS കാരും. അവർക്കെതിരെ എടുത്ത നടപടി അല്ല ഞാൻ പറഞ്ഞോട്ടെ, അവർക്കെതിരെ നടപടി സ്ഥലം മാറ്റിയിട്ട് ആ പ്രശ്നം ഒതുക്കി തീർത്തു എന്നുള്ളതാണ്. അത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ആത്മാർത്ഥം ജനം തിരുത്തിക്കോളും. അത് പരിശോധിക്കുന്നുണ്ട്. താങ്കൾ ഭംഗിയാണ് പറഞ്ഞു പോകുമ്പോൾ പറയാതിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ആർഗ്യുമെന്റ്സ് ഞാൻ ശ്രമിച്ചിട്ടില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ചരിത്രം പറയുമ്പോ ഇത് അടുത്ത സുഹൃത്താണ്, വെറുതെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു നമുക്ക് രാഷ്ട്രീയപരമായി തർക്കം ഒഴിവാക്കാത്തൊക്കെ പറഞ്ഞാണ്, തെറ്റിച്ചങ്ങളാണ്. ഞാൻ പറഞ്ഞത് RSS ഐഡിയോളജിയെ നമ്മൾ കേവലമായ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം തടുക്കാൻ കഴിയില്ല. അതിൻ്റെ റൂട്ട് അതാണ് എൻ്റെ യാത്രയിലെ ചില അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു. വളരെ ഡീപ്പ് റൂട്ടറായിട്ട് കൾച്ചറിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കൾച്ചറിൽ വർക്ക് ചെയ്യുന്നതിനെ ചെറുക്കാൻ പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ ദൃഢതയുള്ള പ്രതിരോധം വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഞാൻ ഉറപ്പിച്ചു നിൽക്കുന്നു. പിന്നെ സ്വത്വരാഷ്ട്രത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ പറയാം. 1989 VP സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്. 89 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഭരണം ഇന്ത്യയിൽ മാറിയത് എന്ന ചരിത്രം നിങ്ങളുടെ മുന്നിലുണ്ട്, എൻ്റെ മുന്നിലുണ്ട്. 89 VP സിംഗിന്റെ ഗവൺമെന്റിനെ പിന്തുണച്ച 2 വിഭാഗങ്ങളിൽ ഇടതുപക്ഷ കക്ഷികളുണ്ട്. 66 MP മാരുടെ 50-ലധികം. അന്ന് BJPയുടെ പിന്തുണ ഉണ്ട്, സത്യം. പക്ഷെ അതങ്ങനെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും പരിശോധിക്കുക, നല്ല വായിക്കുന്ന ആളുകളാണല്ലോ. കേരള രാഷ്ട്രീയ ചരിത്രം എന്ന് പറഞ്ഞിട്ട് RK ബിജുരാജ്, അദ്ദേഹം എന്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആളൊന്നുമല്ല, മാധ്യമ പത്രത്തിന്റെ സബ് എഡിറ്റർ ആയിട്ട് RK ബിജുരാജ് എഴുതിയ കേരള രാഷ്ട്രീയ ചരിത്രം കട്ടിയുള്ള ഒരു പുസ്തകമാണ് DC ബുക്സ്. കേരളത്തിൽ 1957 ഒന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 59 2ാം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ
പട്ടാമ്പിയിൽ EMS മത്സരിക്കുമ്പോൾ EMSനെതിരെ രൂപപ്പെട്ട മുന്നണി ഏതാണ്? അങ്ങനെ നോക്കുമ്പോ 89-ൽ വേറൊരു കാര്യം 89-ൽ VP സിംഗ് സിംഗിനുള്ള പിന്തുണ BJP പിൻവലിച്ച 2 കാരണങ്ങളുണ്ട്. VP സിംഗ് ഇന്ത്യയിൽ ഒരിക്കലും സംഘപരിവാർ ആശയത്തിന്റെ കൂടെ നിന്നിട്ടില്ല. ആ VP BJP കൂടെ എന്നാണ് പിന്തുണച്ചത്. മുന്നണിക്ക് BJP പിന്തുണ കൊടുത്തോ? മുന്നണിയല്ല, BJP പിന്തുണ കൊടുത്തോ? ഇന്ത്യയിൽ അതിന്റെ കൂടെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് സഖ്യം, ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന് പറയുന്നത് ദേശീയ തലത്തിലെ മുന്നണി. ഇവിടെ സുഹൃത്തുക്കളെ, ഇവിടെ ജനസംഘവും ജനതാ പാർട്ടിയും സംഘടനാ കോൺഗ്രസും ലയിച്ചു ചേർന്നിട്ട് ജനസംഘം ഉണ്ടായിട്ടുണ്ട്. ജനതാ പാർട്ടി ഉണ്ടായിട്ടുണ്ട്, ജനസംഘം, സംഘടനാ കോൺഗ്രസ് ഇതൊക്കെ ലയിച്ചു ചേർന്നിട്ട് ജനതാ പാർട്ടി ഉണ്ടായിട്ട് ആ ജനതാ പാർട്ടിയുടെ കൂടെ CPM സഖ്യം ചെയ്തിട്ട് 77 ഇവിടെ അവർ ഇന്ത്യ ഭരിച്ചത്. സുന്ദരയ്യക്കും സുന്ദരയ്യക്കും EMSനൊന്നും വിവരമില്ലായിരുന്നോ? RSS ഒരു ഡീപ് റൂട്ടഡ് സംഘടനയാണെന്ന് വിവരമില്ലായിരുന്നോ? RSSകാരന്റെ തോളത്ത് കൈയിട്ട് ഇന്ത്യ ഭരിച്ചെന്ന് വാജ്പേയിയാണ് ഈ രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി. അന്ന് പിണറായി വിജയൻ പിന്നെ മത്സരിച്ച് ജയിച്ചത് BJP പിന്തുണയിലാണ്. ഉദുമയിലെ LDF സ്ഥാനാർത്ഥി KG മാരാറാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ നമുക്ക് പലതും. എനിക്ക് ഇയാളുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല, കാരണം നിങ്ങളുടെ ഈ നല്ലൊരു വേദിയെ വെറുതെ രാഷ്ട്രീയം ഒളിച്ചു കടത്തിയത് ഇയാളാണ്. നമ്മൾ ഉദാത്തമായ ചരിത്രമൊക്കെ പറഞ്ഞ് നിങ്ങൾ എംബരാസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആത്മവിശ്വാസം ഉള്ളവരാക്കി ഇവിടുന്ന് പിരിഞ്ഞു പോകാമെന്ന് കരുതായിരുന്നു. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ പിന്നെ UDF എന്ന് പറഞ്ഞ മുന്നണി പിന്നെ ഇല്ല, പിന്നെ BJPയും അവരും തമ്മിലായിരിക്കും മത്സരം. അതുകൊണ്ട് അവര് ഇവരൊക്കെ BJP ആയി പോകുന്ന പറഞ്ഞു. പിന്നെ അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. പിന്നെ ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾ തോൽക്കുന്ന മുന്നണിയായിട്ട് ലീഗിന്റെ വഴിക്ക് പോകും, ഞങ്ങളെ പാർട്ടി ശിഥിലാവും. അപ്പൊ ഇനി വരുമ്പോ ഈ പറഞ്ഞ BJP പോലും തമ്മിലായിരിക്കും. അത് വേണോ വേണ്ടേ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. രാഷ്ട്രീയം പറയുമ്പോൾ നല്ല വ്യക്തമായിട്ട് പറയാം. നമുക്ക് സമയം കഴിഞ്ഞു. ഒപ്പം ഈ സദസ്സിന് ചോദിക്കാനുള്ള അവസരങ്ങൾ കൂടി ഉണ്ട്. പക്ഷേ ഒന്ന് 2 മിനിറ്റ് കൂടി. അപ്പോൾ ശരിക്കും നമ്മള് ജനാധിപത്യത്തിനകത്ത് വളർന്നു വരുന്ന വലിയൊരു പ്രതീക്ഷയുള്ള സമൂഹമാണ് മുന്നിലിരിക്കുന്നത്. അവരാണ് നമ്മളെ വിലയിരുത്തുന്നത് എന്നതുകൂടി എന്ത് ചെയ്തു ഈ സദസ്സിന്റെ ഒരു പ്രത്യേകതയാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. എന്തായാലും 3 പേരുടെയും ചർച്ചയുടെ അവസാനം സദസ്സിന് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇനി അത്തരം ആഴത്തിലുള്ള ചർച്ചകളോ അന്വേഷണങ്ങളോ നമുക്ക് തുടരാവുന്നതാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ചയുടെ ആകെ ഉദ്ദേശ്യം ഇത്തരം ഈ സംഘപരിവാർ വൽക്കരണവും അപരവൽക്കരണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് പ്രാദേശികമായും സാംസ്കാരികമായും ഒരുമിച്ച് നിൽക്കാൻ കഴിയണം എന്നതാണ് ചർച്ചയുടെ താല്പര്യം. അത്തരം ഒരു പ്രാദേശികമായ താല്പര്യത്തിന് അപ്പുറത്തേക്ക് പോകരുത് എന്നാണ് ചർച്ചയുടെ താല്പര്യം ഉണ്ടായിരുന്നത്. അരുന്ധതി റോയ് ഒരിക്കൽ പറയുന്നുണ്ട്, ഫാഷിസത്തെ കുറിച്ചുള്ള നമ്മുടെ ആകുലത എത്രത്തോളം ഉണ്ട്, അതിനെ ചെറുക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ സാമൂഹിക നീതിയിലും ജനാധിപത്യ ബോധത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു മികവ് പുലർത്തേണ്ടതെന്നിട്ട് അരുന്ധതി റോയ് പറയുന്നുണ്ട്. അതുകൊണ്ട് ജനാധിപത്യം എപ്പോഴാണ് ക്ഷയിക്കുന്നത് അപ്പോഴാണ് ഫാഷിസം തലവെക്കുക. ഇന്ത്യയുടെ ചരിത്രം അങ്ങനെ തന്നെയാണ്. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഫാസിസത്തെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല പോംവഴി എന്നാണ് ഈ ചർച്ചയുടെ ആകത്തുക. ഈ രാജ്യമായി നിലനിൽക്കണം എന്നതാണ് ഓരോ മുസ്ലിം രാഷ്ട്രീയ പരിസരങ്ങളിൽ ഉയർന്നു വരുന്ന ചർച്ച. ഞാൻ അതിനാണ് ബഹദൂർ ഷാ സഫറിന് ആദ്യമേ ഉന്നയിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ ചർച്ചയുടെ ഭാഗമായി നമ്മുടെ കൂടെ ഉണ്ടല്ലോ. സദസ്സിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. സമയം നമ്മുടെ മുന്നിൽ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യകരമായ എന്തെങ്കിലും സംശയങ്ങളിൽ ചോദിക്കുക. ഈ ചർച്ചയുടെ മെറിറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആൻസർ ഉണ്ടാകുക എന്നുകൂടി സൂചിപ്പിക്കുന്നു. നിലവിലെ കേന്ദ്ര സർക്കാർ പല ആശയങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അതിലൊരു ആശയമാണ് ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാജ്യം എന്നുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളൊരു ആശയം. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാജ്യത്തിൽ മൊത്തം നിയമസഭ തെരഞ്ഞെടുപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളതാണോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ആ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ ആശയം അവർക്ക് ഇന്ത്യയിൽ മൊത്തം അവർക്കൊരു ലോകസഭയിൽ നിലവിൽ അവർക്കൊരു മുന്നണി ഉണ്ടായത് കൊണ്ട് ആ മുന്നണി നിലനിർത്തിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ ഇന്ത്യയിൽ മൊത്തം പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ആ നിലനിർത്തുക എന്നുള്ള ബോധമാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല സംസ്ഥാനങ്ങളൊക്കെ അവർ അടിച്ചമർത്തിക്കൊണ്ട് തൻ്റെതായ ആശയങ്ങൾ രാജ്യത്ത് നിലനിർത്തുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. നല്ല ചോദ്യം. വിചാരധാരയിൽ 23-ാമത്തെ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൻ്റെ പേര് ഏകഘടക രാഷ്ട്രം ആവശ്യം എന്നാണ്. ഏകഘടക രാഷ്ട്രം ആവശ്യം. അതിൽ ആ ലേഖനം നിങ്ങൾ വായിച്ചു പോയാൽ അതിൻ്റെ ഒരു സബ് ടൈറ്റിൽ ഉണ്ട്. അതിനുള്ളിൽ വിഷബീജം എന്നാണ് ഒരു സബ് ടൈറ്റിൽ.
ആ വിഷബീജം എന്ന സബ് ടൈറ്റിലിന് താഴെ വിശദീകരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്ന സംസ്ഥാനങ്ങൾ മുഴുവൻ റദ്ദ് ചെയ്യപ്പെടണം. അങ്ങനെ സംസ്ഥാനങ്ങൾ നിലനിൽക്കുമ്പോൾ ഇന്ത്യയിൽ എന്തുണ്ടാവും? ഈ വിഭജനം ഉണ്ടാകും എന്നാണ് സംഘപരിവാറത്തിൻ്റെ വാദം. അതുകൊണ്ട് സംഘപരിവാരം ഇന്ത്യയുടെ ഈ ഫെഡറൽ സ്ട്രക്ചറിനെ ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ 543 സീറ്റും BJP കിട്ടിയെന്ന് വിചാരിക്കുക. എന്നാൽ പോലും ഫെഡറലിസം അവർക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ കഴിയില്ല. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി പറയുന്നുണ്ട്, ബേസിക് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ മാറ്റാൻ പാടില്ലാത്ത ബേസിക് സ്ട്രക്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫെഡറൽ സ്ട്രക്ചർ. ഫെഡറൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. എന്നാൽ ഫെഡറൽ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ 3 തരം ബന്ധങ്ങൾ ഉണ്ടാവണമെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. 1 ധനപരമായ ബന്ധം, 2 നിയമനിർമ്മാണപരമായ ബന്ധം, 3 ഭരണപരമായ ബന്ധം. ഇതിൽ ധനപരമായ ബന്ധത്തിലേക്കും നിയമനിർമ്മാണപരമായ ബന്ധത്തിലേക്കും കേന്ദ്രത്തിന്റെ വലിയ നുഴഞ്ഞുകയറ്റുണ്ടാവും. അഥവാ സംസ്ഥാനങ്ങൾ നിലനിൽക്കും, പക്ഷെ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ദുർബലപ്പെടും. അങ്ങനെ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് നരേന്ദ്രമോദിയുടെയോ അമിത്ഷായുടെയോ തലച്ചോറല്ല, വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഒന്നാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചർച്ച വരുമ്പോൾ ആളുകൾ പറയും, നമ്മളെ ഈ ലിബറലുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, എന്തിനാ രാഷ്ട്രീയം? ഇപ്പൊ ഞങ്ങൾ തർക്കിക്കാനെങ്കിലും രാഷ്ട്രീയമുണ്ട്, പക്ഷെ കുറച്ച് ഒരു വിശാലമായ പ്രശ്നം വരുമ്പോൾ അവിടെ ഈ തർക്കങ്ങൾ മാറ്റിവെച്ച് ഒന്നിച്ചിക്കാനും നമുക്കറിയാം. പക്ഷെ ഈ വേറൊരു കൂട്ടർ പറയും, എന്തിനാണ് ഈ കക്ഷി രാഷ്ട്രീയം? 2 തെരഞ്ഞെടുപ്പും കൂടി ഒന്നായ 100 റുപ്യ രണ്ടിനും കൂടി ചിലവാകുന്നുണ്ടെങ്കിൽ 50 റുപ്യക്ക് നടത്തി കിട്ടൂലേ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ അതല്ല, അത് സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തലാണ്. സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തുന്നത് എന്തിന് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഭരണഘടനയുടെ 1-ാം വകുപ്പ് ഇന്ത്യയുടെ ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ മാറ്റലാണ്. പക്ഷെ ഇവിടെ നമ്മളെ സാധാരണ വഖഫ് ബില്ല് ഇറച്ചു വരുമ്പോഴൊക്കെ അതൊക്കെ ഒരു മത അടിസ്ഥാനത്തിൽ വേർതിരിച്ചുന്നുണ്ടല്ലോ വഖഫ് ബില്ല് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ. പക്ഷെ ഇതിലൊക്കെ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടാണെന്ന് അറിയില്ല, പല രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിന് വലിയ തോതിൽ ഇതിനൊക്കെ എതിർത്ത് കണ്ട് അവരെ ഒരു മതത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനെ എതിർത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള വിഷയം വരുമ്പോഴേ പൊതുവായിട്ട് നമ്മളെ രാജ്യത്തിലെ മറ്റുള്ള സംഘടനകളോ രാഷ്ട്രീയ കക്ഷികളോ അതിനൊന്നും എതിർത്തുനിന്ന് കണ്ടിട്ടില്ല. അതിന് കാരണം എന്തായിരിക്കും? ഒരു തിരഞ്ഞെടുപ്പിന് ഒരു പാർട്ടി മാത്രമല്ലല്ലോ. പക്ഷെ പ്രത്യക്ഷത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലേ? വഖഫ് ബില്ലിനെ പോലെ ഒരു മതസംഘടന ആയ വഖഫ് ബില്ലിനെ എതിർക്കുന്നത് പോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർക്കുന്നത് പൊതുവായി കണ്ടിട്ടില്ല. വഖഫ് ബില്ല് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു സങ്കല്പത്തെ മാത്രമേ ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. വഖഫ് ബില്ല് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമായ ഒരു ബില്ലിനെ പാർലമെന്റ് കൊണ്ടുവന്നല്ലോ. പ്രകടമായ ഒരു വിയോജിപ്പ് അതിനോട് കാണിക്കേണ്ടതുണ്ട്. മറ്റതൊരു ആശയത്തെ മുന്നോട്ട് വെച്ചാൽ ആശയത്തോടുള്ള സംവാദം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പൊതുവെ കാരണം ഇതൊരു മതാടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം കേന്ദ്രീകരിച്ചത് കാണുന്ന ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചിട്ടാണോ? ഒരു മാസം മുമ്പാണ് തമിഴ്നാട്ടിലെ DMK വിളിച്ചു ചേർത്ത ഒരു യോഗം. അതിനകത്ത് കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, മറ്റ് മുസ്ലിം ലീഗ് ഉണ്ട്, എല്ലാ പാർട്ടികളും നമ്മളിവിടുന്നൊക്കെ ആളുകൾ പോയി. പല സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട്. കോൺഗ്രസ് വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളുണ്ട്, മറ്റു പാർട്ടികൾ വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളുണ്ട്. അതിനകത്ത് വിശാലമായ ഈ പാർട്ടികൾക്കിടയിൽ ഇതിനെതിരായിട്ടുള്ള ഒരു ഐക്യം രൂപപ്പെടുന്നുണ്ട്. അതുണ്ട്. നമ്മൾ പ്രത്യക്ഷ സമരങ്ങളും ചിലത് ഈ ഇത്തരം ചില കാര്യങ്ങൾ വൈകാരിക പ്രശ്നങ്ങളായി പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തും, മറ്റത് പതുക്കെ എത്തും. ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ വളരെ പ്രധാനപ്പെട്ട അതിഥികൾക്കൊക്കെ സന്തോഷം അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.